न विभासितो यमतुलो ज्ञानप्रदीपः पुरां तद्रूपेण च नारदाय मुनये कृष्णाय तद्रूपिणां योगीन्द्राय तदात्मनाथ भगवद्राताय कारुण्यतः तच्छुद्धं विमलं विशोकम् अमृतं सत्यं परं धीमहि कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः। ശ്രീമദ്ഭാഗവതത്തിൽ പ്രഥമസ്കന്ധത്തിൽ കുന്തിസ്തുതി ആണ് അവസാനമായിട്ട് പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. പാരായണം വരാഹാവതാര പര്യന്തം പോയി കഴിഞ്ഞു. ഭാഗവതം വെറുതെ പറഞ്ഞാൽ പോരാ, അനുവർത്തിക്കണം എന്ന് പറഞ്ഞുവല്ലോ തിരുമേനി. ഇപ്പോൾ എല്ലാവർക്കും തന്നെ പരിപൂർണമായിട്ട് അനുവർത്തിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. ഭഗവാന്റെ കൃപ കൊണ്ട് അത് സിദ്ധിക്കണം. ജീവിതം മുഴുവൻ പലവിധ അനുഭവങ്ങൾ, കഷ്ടങ്ങളിലൂടെ പോയിട്ടുള്ള ഒരമ്മയാണ് കുന്തി. നമുക്കറിയാം എത്ര വിപുലമായ പ്രശ്നങ്ങളിലൂടെയാണ് അവർ കടന്നു പോയിരിക്കുന്നത്. ഒരു കുടുംബത്തിൽ എന്തൊക്കെ വിധത്തിലുള്ള പ്രോബ്ലംസ്, പ്രശ്നങ്ങൾ, കോംപ്ലക്സ് പ്രോബ്ലംസ് ഒന്ന് ആലോചിച്ച് നോക്കൂ. അവരുടെ ജീവിതം, കല്യാണത്തിന് മുമ്പ് ഒരു കുട്ടി ഉണ്ടാവുക, അത് ദേവപുത്രനാണ്, സൂര്യപുത്രനാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്നാൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല, വളർത്താൻ ഒക്കില്ല, ചെയ്യാൻ പാടില്ല. പക്ഷെ ചെയ്തു, വെള്ളത്തിലിട്ടു. വെള്ളത്തിലിട്ടത് കാണാതെ പോയോ, മുമ്പിൽ തന്നെ വന്നു നിന്നു. ജീവിതം മുഴുവൻ ആ ദുഃഖം. അങ്ങനെ തുടർന്ന ജീവിതത്തിൽ 5 മക്കൾ, എല്ലാവരും ഗംഭീരമായിട്ടുള്ള പുത്രന്മാരും. പക്ഷേ ദുഃഖം. ഭീഷ്മർ ഇതേ കാര്യം പറയാണ്. എത്ര ധർമ്മസുതോ രാജ, എല്ലാം കൂടെ ഞാൻ ചേർത്തി പറയാണ്. എത്ര ധർമ്മസുതോ രാജ ഗതാപാണിർവൃക്കോദരഃ കൃഷ്ണോ അസ്ത്രീ ഗാണ്ഡീവം ചാപം സുഹൃത് കൃഷ്ണ തതോ വിപത്ത്. നമ്മൾ വിചാരിക്കുകയാണ് എല്ലാം നല്ല ഭംഗിയായിട്ട്, നല്ല ആളുകളും നല്ല മക്കളും കുടുംബവും ഒക്കെ ഉണ്ടെങ്കിൽ പ്രശ്നമില്ല. ഇവിടെ ധർമ്മം തന്നെ രാജാവാണ്, ധർമ്മപുത്രനാണ് രാജാവ്. നമ്മൾ ചിലപ്പോൾ വിചാരിക്കുമല്ലോ അല്ലേ, ഗവൺമെൻറ് നല്ല ഗവൺമെൻറ്റായ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞു. അതുപോലെ ഇവിടെ ധർമ്മപുത്രനാണ്. എന്നാൽ കൂടെ സപ്പോർട്ടിന് ആൾ വേണമല്ലോ. ഗദാപാണിഹി വൃക്കോദരഹ, ഇതിനേക്കാളും വലിയൊരു ബലമുള്ള ആളില്ല. കയ്യിൽ ഗദയും പിടിച്ച് ഈ ഭീമനുണ്ട്. നല്ല ആർമി വേണം, വലിയ ആർമഡ് ഫോഴ്സ് വേണം. അർജുനനുണ്ട്. കൃഷ്ണ എന്ന് വെച്ചാൽ അർജുനൻ എന്നർത്ഥം. അവിടെ അർജുനനും കൃഷ്ണൻ എന്താണ് പേര് നോക്കൂ. ഗീതയിൽ പറഞ്ഞത് കൃഷ്ണൻ, അപ്പോൾ കേട്ടത് കൃഷ്ണൻ, എഴുതിയതോ കൃഷ്ണൻ. കൃഷ്ണദ്വൈപായന അല്ലേ, വ്യാസന് പേരും കൃഷ്ണനാണ്. നാമാദ്വൈതമാണ് അവിടെ. കൃഷ്ണോ അസ്ത്രീ, പിന്നെ നല്ല യുദ്ധം ഒക്കെ ചെയ്യാൻ കഴിയും. ഈ ആധുനികമായിട്ടുള്ളൊരു കഥ പറയും.
ഒരാൾ ഞാൻ കുംഫു പഠിച്ചു, കരാട്ടെ പഠിച്ചു എന്നൊക്കെ പറഞ്ഞ് മിലിറ്ററിയിൽ പോയിട്ട് ഹിറ്റ്ലറുടെ മുമ്പിൽ എല്ലാ ഇതും കാണിച്ചു കൊടുത്തു, എന്നെ എടുക്കണം എന്ന് പറഞ്ഞു. ഹിറ്റ്ലറുടെ മുമ്പിൽ കുംഫു കരാട്ടെ ഇതൊക്കെ കാണിച്ചു കൊടുത്തു. അത്ര ഹിറ്റ്ലർ ഒരു തോക്ക് എടുത്തിട്ട് ഇട്ടും അവൻ അവിടെ തന്നെ വേണം, ഇനി അടുത്ത ആളെ വിളിക്കുമെന്ന് പറഞ്ഞത്ര. അതായത് ഇങ്ങനെയുള്ള ആയുധം ഉള്ളപ്പോൾ ഇതൊക്കെ കാര്യം എന്താ, ടെക്നോളജി എത്ര വേണം. അപ്പോൾ ഗാണ്ഡീവം ചാപം, കയ്യിലിരിക്കുന്നത് സാധാരണ ആയുധമല്ല, ഗാണ്ഡീവം. അതിൻ്റെ മഹാഭാരതമൊക്കെ എടുത്ത് നമ്മൾ സംസാരിച്ചാൽ നമ്മൾ വിചാരിക്കണ പോലെയൊന്നുമല്ല മഹാഭാരതം. ആയുധങ്ങൾക്കും വ്യത്യാസമുണ്ട്. രഥങ്ങളൊക്കെ നിങ്ങൾ ഈ സീരിയലിൽ കാണുന്ന പോലെയൊന്നുമല്ല. അതൊക്കെ വൈദ്യന്മാരടക്കം രഥത്തിൻ്റെ കൂടെ ഉണ്ട്. അല്ലെങ്കിൽ രഥമൊക്കെ മറ്റുള്ളവർ പൊട്ടിച്ച് കളയും. ചക്രത്തിനൊക്കെ സപ്പോർട്ട് കുറേ ആളുകളുണ്ടാവും. അതൊരു വലിയൊരു എന്താ പറയുക, മിലിറ്ററി യുദ്ധത്തിന് പോകുന്നതിൻ്റെ ആ വ്യൂഹം എന്നൊക്കെ പറയില്ലേ, അതൊക്കെ ഗംഭീരമാണോ അത്, സയൻസ് അതിൻ്റെ. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ വഴി കാണിക്കാൻ ആളുമില്ലേ. സുഹൃത് കൃഷ്ണ, കൃഷ്ണൻ തന്നെ സുഹൃത്തായിട്ടുണ്ട്. ഇത്രയൊക്കെ ഉണ്ടായിരുന്നിട്ടും വിപത്ത്, ദുഃഖമുണ്ട്. എന്നുവെച്ചാൽ മനുഷ്യൻ്റെ സാമർഥ്യത്തിനൊന്നും തന്നെ ഈ ദുഃഖത്തിനെ തരണം ചെയ്യാൻ ഒക്കില്ല. സ്വാമി വിവേകാനന്ദ സ്വാമി പറഞ്ഞു, ഒരാൾക്ക് ഇഷ്ടമായില്ല അത്രേ. എന്താ ഇഷ്ടാവാത്തതെന്ന് വെച്ചാൽ അയാളുടെ നിഴൽ ഇഷ്ടമായില്ല. അപ്പോൾ അയാൾ ഒരു കുഴി കുഴിച്ചിട്ട് ആ നിഴലിനെ ഏറ്റവും ആഴത്തിൽ കുഴിച്ചിട്ട് നിഴലിപ്പോൾ കുഴിയുടെ ഉള്ളിലെത്തി മണ്ണിട്ടിട്ട് മൂടിയത്രേ. എത്ര മണ്ണിട്ട് മൂടിയാലും ഈ നിഴൽ അതിൻ്റെ മേലെ നിൽക്കുന്നുണ്ട്. ഇതുപോലെ നമ്മളും നമ്മളുടെ ദുഃഖം ഇല്ലാതാക്കാനാണ് ഇത്രയൊക്കെ ഏർപ്പാടുകൾ ചെയ്തിരിക്കുന്നത് അല്ലേ. എല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? പഠിക്കുന്നതും ജോലി ചെയ്യുന്നതും സമ്പാദിക്കുന്നതും ആസ്പത്രികളും സ്കൂളുകളും യൂണിവേഴ്സിറ്റീസും ഇവിടെ പോരാ എന്ന് പറഞ്ഞ് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകും. ഒക്കെ എന്തിനാ? ദുഃഖം വരാൻ പാടില്ല, സുഖമായിട്ടിരിക്കണം. എന്താ ശ്ലോകം അത്? സുഖായ കർമാണി കരോതി ലോകഃ, അല്ല ദുഃഖഹത്യൈ സുഖായ ച. എല്ലാവരും കർമ്മം ചെയ്യുന്നു, എന്തിനാന്ന് വെച്ചാൽ ദുഃഖം വരാൻ പാടില്ല, സുഖമായിട്ടിരിക്കണം. പക്ഷേ പാകവിപര്യാസം, വിപരീത ഫലം കഴിഞ്ഞ് ഇതൊക്കെ കണ്ടു പഠിക്കുകയാണ് അവരെ ജീവിതത്തിൽ. അപ്പം ഇത്രയൊക്കെ ആയിട്ടും ദുഃഖത്തിന് ഒരു അവസാനമൊന്നുമില്ല. അപ്പം എവിടെയാ? അതാണ് പ്രാഹുർ ഏകപദം സുഖം. രാവിലെ പറഞ്ഞല്ലോ, ഒറ്റ സ്റ്റെപ്പ്. എന്താ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ, അഥ വിശ്വേശ വിശ്വാത്മൻ വിശ്വമൂർത്തേ സ്വകേശുമേ സ്നേഹപാശമിമം ചിന്തി ദൃഢം പാണ്ഡുഷു വൃഷ്ണിഷു. വല്ലാത്ത കഷ്ടമാണ് കുന്തിയുടെ. അവർ പറഞ്ഞു, പാണ്ഡവരുടെ വശത്ത് നാശം വന്നാൽ എനിക്ക് ദുഃഖമാണ്, കൗരവരുടെ വശത്ത് നാശം വന്നാലും എനിക്ക് ദുഃഖമാണ്. കൃഷ്ണനെ നോക്കൂ, തൻ്റെ ആളുകളെയൊക്കെ അങ്ങോട്ട് കൊടുത്തിട്ട് ഇങ്ങോട്ട് നിന്ന് യുദ്ധം ചെയ്യാം. ഇതെന്തൊരു ഏർപ്പാടാ. അർജുനൻ കൃതവർമ്മ മുമ്പിൽ വന്ന് നിൽക്കണു. അർജുനൻ ഇങ്ങനെ എടുത്തു ശരം, സംശയിക്കുകയാണ്, കൊല്ലട്ടെ. കൊല്ലുന്ന പറയണം. ആലോചിക്കണ്ട, എൻ്റെ ആളാണെന്ന് നോക്കൊന്നും വേണ്ട, കാച്ചിക്കളയുന്നു. എന്തേ യേനം വേത്തി ഹന്താരം യശൈനം മന്യത്തെ ഹതം ഉഭൗ തൗ ന വിജാനീതഃ നായം ഹന്തി ന ഹന്യത്തെ. ഒന്നും ഭയമില്ല എന്നാണ്. അപ്പോൾ ഇതൊക്കെ കുന്തി മുമ്പിൽ കണ്ടു. ഇവിടെ ദുഃഖം വന്നാലും ഇവർ മരിച്ചാലും അവർ മരിച്ചാലും എന്തൊക്കെ സംഭവിച്ചാലും ദുഃഖം തനിക്കാണ്. അതുകൊണ്ട് ഭഗവാനെ ഇത്രയും കാലം ശ്രമിച്ചു, ഈ ബാലൻസിങ് ഒക്കെ ശ്രമിച്ചു നോക്കി. ശത്രുക്കളുടെ വീട്ടിൽ താമസിച്ചു, ഗാന്ധാരിക്കും ധൃതരാഷ്ട്രർക്കും സേവ ചെയ്തു. ഇവരൊക്കെ കാട്ടുപോയപ്പോൾ അവിടെ എന്തൊക്കെ വർത്തമാനം നടന്നിട്ടുണ്ടാവും, എന്തൊക്കെ ചെവിയിൽ കേട്ടിട്ടുണ്ടാവും ഇല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കൂ. 4 പേരുള്ള കുടുംബം, വേണ്ട 2 പേര് വേണ്ട, തനിയിരുന്നു മൊബൈലിൽ കൂടെ വരുന്ന പ്രശ്നം നമുക്കറിയാം. അവരിത് പറഞ്ഞു, ഇവരത് പറഞ്ഞു. അത് പോരാതെ ഇപ്പോൾ ഒരു വാട്സാപ്പ് ഉണ്ടല്ലോ അല്ലേ,
വാട്ട് ഹാപ്പൻഡ് ദെയർ എന്നാണ് അതിനർത്ഥം. അത് ആ ചുരുക്കിയിട്ടാണ് എന്താ അവിടെ നടന്നത് എന്നാണ്. അതിപ്പോൾ തമിഴിലൊന്ന് തുടങ്ങിയിട്ടുണ്ട്, അതിനി ഫേമസ് ആയിട്ടില്ല. അരട്ടെ ഇതാണ് പേര്. എന്നുവെച്ചാൽ അരട്ടെ എന്ന് വെച്ചാൽ ഇപ്പോൾ മലയാളത്തിൽ എന്താ പറയുക, ഇങ്ങനെ വെടി പറയുക, അത്രയേ ഉള്ളൂ, എന്തെങ്കിലുമൊക്കെ പറയുക, അതാണ്. അപ്പോൾ ഇതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ ലോകത്തിൽ ധാരാളം ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ടുണ്ട് കുന്തി. ഇത്രയൊക്കെ വിഷമിച്ചിട്ട് പറയുക, ഇനിയിപ്പോൾ സമാധാനം വേണം, പ്രശ്നം നമുക്ക് ഇത് പരിഹരിക്കാൻ വയ്യ, എന്നെ നിസ്സംഗയാക്കി തീർക്കൂ ഭഗവാനെ. ഇതാണ് പ്രാർത്ഥന. അഥ വിശ്വേശ, ആ സംബോധന നോക്കൂ. വിശ്വത്തിന് ഈശ്വരനായ ഭഗവാനെ, വിശ്വാത്മൻ, വിശ്വത്തിന് ആത്മാവായിട്ടുള്ള ഭഗവാനെ, വിശ്വമൂർത്തെ, വിശ്വം തന്നെ അവിടുത്തെ സ്വരൂപമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ, അഖണ്ഡമായ അദ്വയമായ പൂർണ്ണമായിട്ടിരിക്കുമ്പോൾ, ഇവർ മാത്രം എൻ്റെ, ഇവർ വേറെ എന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ടല്ലോ ഉള്ളിൽ, അതങ്ങോട്ട് മാറ്റി തീർക്കൂ. ഇതുകൊണ്ടുള്ള ഈ ബുദ്ധിമുട്ട് ഒരുപാട് അനുഭവിച്ചു. സ്നേഹപാശം, രാഗസ്വരൂപ പാശാഢ്യ എന്ന് വിഷ്ണു സഹസ്രനാമത്തിൽ വരുന്നുണ്ട് അല്ലേ? ഉറങ്ങുണ്ടോന്ന് നോക്കുകയാണേ. അപ്പോൾ സ്നേഹപാശമിമം ഛിന്തി, ഈ രാഗസ്വരൂപമായ പാശത്തിനെ വേറെടുത്ത് കളയൂ ഭഗവാനെ എന്നുവെച്ചാൽ ആരെയും ഉപേക്ഷിക്കുകയോ തള്ളിക്കളയോ ഒന്നും വേണ്ട. പക്ഷേ ഈ പറ്റിക്കൂടുമ്പോൾ പല ദുഃഖങ്ങളും നമ്മളെ കൊണ്ട് ഇല്ലാതാക്കാൻ പറ്റില്ല, അപരിഹാര്യമാണ്. അതുകൊണ്ട് അതുമാത്രമല്ല, അങ്ങനെ എല്ലാവരോടും ആരോടും അറ്റാച്ച്മെൻ്റ് ഇല്ല, അങ്ങനെ ഇരുന്നാൽ വാടിപ്പോവും, ജീവിതത്തിന് അർത്ഥമേ ഇല്ല. രമണ മഹർഷി പറഞ്ഞു, അരുണാചലേശ്വരൻ്റെ അടുത്ത് ഒരു വള്ളി പിടിക്കാൻ ഒരു സ്ഥലമില്ലെങ്കിൽ വാടിപ്പോവും. പൈങ്കൊടിയാനാൻ പറ്റ് ഇൻറി വാടാമൽ, സീക്രട്ടാണ്. ഈ അറ്റാച്ച്മെൻ്റ് ഇല്ലെങ്കിലുണ്ടല്ലോ മനുഷ്യൻ വാടിപ്പോവും. അപ്പോൾ നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആവുന്നു, നിസ്സംഗമാവുന്നു മാത്രം പറഞ്ഞാൽ അർത്ഥമില്ല. ഇവിടുന്ന് പറ്റി, പക്ഷേ ശാശ്വത വസ്തുവിൽ നിന്നും ശാശ്വത വസ്തുവിൽ പിടിക്കാൻ ആസക്തമാവാൻ കഴിയണം. മൈ ആസക്തമനാഹ പാർത്ഥ, ഗീതയിൽ ഭഗവാൻ പറഞ്ഞു, എന്നിൽ ആസക്തി വയ്ച്ചു. ത്വയിമേ അനന്യവിഷയാമതി, അതൊക്കെ വളരെ ആലോചിക്കേണ്ട വാക്കുകളാണ്. അനന്യമായി ഭഗവാനിൽ ബുദ്ധി വരണം, മനസ്സ് ഭഗവാനിൽ നിൽക്കണം, ഭഗവത് ധ്യാനത്തിൽ നിൽക്കണം, ഭക്തിയിൽ നിൽക്കണം. രതിമുദ്വഹതാത് എന്ന് വെച്ചാൽ മനസ്സിൽ രതി വരണം, ഭഗവത് ധ്യാനത്തിലൊരു രതി, നിരന്തര ഭഗവത് അനുസന്ധാനം ഉള്ളിൽ ഉണ്ടാവട്ടെ. ഗംഗൈവോഘമുദന്വതി, ഒരു ഗംഗ ഇങ്ങനെ പ്രവഹിക്കുന്ന പോലെ എൻ്റെ മനസ്സ് നിരന്തരം ഒന്ന് ഭാവന ചെയ്ത് നോക്കൂ. ആ ധ്യാനം ബുദ്ധിമുട്ട് കൂടാതെ, വിഷമം കൂടാതെ, അനുസന്ധാനം ഇങ്ങനെ അനുസ്യൂതം ഭഗവത് അനുസന്ധാനം എൻ്റെ ഉള്ളിൽ ഉണ്ടാവട്ടെ. ഇതാണ് ഈ അമ്മ വയസ്സാവുമ്പോൾ ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിച്ച്. ഇതാണ് പ്രാർത്ഥിക്കേണ്ടത്. ഭഗവാനെ, എനിക്ക് ധ്യാനം ഉണ്ടാവട്ടെ. അപ്പോൾ പറഞ്ഞില്ലേ, നാമം ജപിക്കാൻ കഴിയണമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഭഗവൻ നാമത്തിൽ രുചി ഉണ്ടാവട്ടെ, അതിന് പ്രതിബന്ധമൊക്കെ നീങ്ങട്ടെ. വേറെ ഒന്നും ചെയ്യാൻ വയ്യെങ്കിൽ ഭഗവാന്റെ നാമം പിടിച്ചുകൊണ്ട് ഈ സംസാരക്കടലിൽ വീണ് കിടക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പിടിക്കാനൊന്നും ഒരു പലകയെങ്കിലുമൊക്കെ കിട്ടിയാൽ നല്ലത്. അങ്ങനെ ഒരു പലക കിട്ടിയെന്നാണ് ഭഗവാന്റെ നാമം. തിരുവാചകത്തിൽ മാണിക്യവാചകർ പറയണു, പഞ്ചാക്ഷരം എന്നൊരു ചെറിയ തോണി കിട്ടി. ആ തോണിയിൽ കയറി 5 അക്ഷരമേ ഉള്ളൂ, പക്ഷെ പിടിച്ചുകൊണ്ട് ഞാൻ സംസാര സമുദ്രം കടന്നു. ഐന്തെഴുത്തിൻ പുനൈ പിടിത്ത്. അപ്പം അത് ചോദിച്ചു കുന്തി. ഉടനെ നാമസങ്കീർത്തനം ചെയ്തു. ശ്രീകൃഷ്ണ കൃഷ്ണസഖ വൃഷ്ണിഋഷഭ അവനിദ്രുഗ്രാജന്യവംശദഹനാനപവർഗവീര്യം ഗോവിന്ദ ഗോദ്വിജസുരാർത്തിഹരാവതാര യോഗേശ്വര അഖില ഗുരു ഭഗവൻ നമസ്തേ. ഭഗവാനെ ഗുരുവായിട്ടാണ് സ്തുതിച്ചത്. ഭഗവാനെ മുക്തിക്ക് വേണമെങ്കിൽ ഭഗവാനെ ഗുരുവായിട്ട് സ്തുതിക്കണം.
അമ്മയായിട്ടും അച്ഛനായിട്ടും ഒക്കെ കാണാം. പക്ഷേ ഗുരു ആയിട്ടാണ് ഭഗവാനെ കുന്തി ഇപ്പോൾ കാണുന്നത്. എന്താണെന്ന് വെച്ചാൽ അഖില ഗുരു, ജഗദ്ഗുരു എന്നൊക്കെ വിളിക്കുകയാണ്. എനിക്ക് ഇനി വേണ്ടത് അതാണ്, വിശ്രാന്തി. വയസ്സായി കഴിഞ്ഞു. ഭർതൃഹരി പറയണു, കൂടെ ഉള്ളവരൊക്കെ പോയി, നമ്മളെക്കാളും വയസ്സിൽ കുറഞ്ഞ ആളുകളൊക്കെ പോയി. വളരെ വയസ്സായ ഒരു വിദ്വാൻ, ഒരു പണ്ഡിതനെ കണ്ടു. 106 വയസ്സിലാണ് ഞങ്ങൾ കണ്ടത്. 107 വയസ്സ് വരെ ഉണ്ടായിരുന്നു. സന്ധ്യാവന്ദനാദി അനുഷ്ഠാനങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞു, കൂടെ വന്ന ആളുകൾ പറഞ്ഞു, അങ്ങനെ കാണാൻ, ഈ വയസ്സിൽ കാണാൻ സാധിച്ചു, വലിയ ഭാഗ്യം എന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, മഹാപാപ ഫലം. എന്താണെന്ന് വെച്ചാൽ വെറുതെ പറഞ്ഞതല്ല, പറഞ്ഞു. എല്ലാവരും വിചാരിക്കും വലിയ ഭാഗ്യമാണ് ഇത്ര വയസ്സ് ജീവിച്ചു എന്നുള്ളത്. അതിൻ്റെ കോൺസിക്വൻസ് ഒന്നും ആളുകൾക്ക് അറിയില്ല. ചിലപ്പോൾ മക്കൾ മരിക്കേണ്ടത് കാണേണ്ടി വരാം, ചിലപ്പോൾ പേരക്കുട്ടികൾ മരിക്കേണ്ടത് കാണേണ്ടി വരാം. ഇതൊക്കെ മുമ്പിൽ കാണേണ്ടി വരും. അതുകൊണ്ട് ഇതെൻ്റെ വലിയ ഭാഗ്യമാണെന്ന് നിങ്ങൾ കരുതണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ കണ്ടു അദ്ദേഹം. അപ്പോൾ ജീവിതം ആപാതതഃ ഒന്ന് നോക്കുമ്പോൾ തന്നെ ഈശ്വരൻ്റെ ഒരു കേളിരംഗമാണത്. അവിടെ മരുന്ന്, സംസാരം എന്ന് പറയുന്ന ഈ രോഗത്തിന് മരുന്ന് അസംഗശസ്ത്രേണ ദൃഢേന ചിത്വ. 15-ാം അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞു, എങ്ങനെയെങ്കിലുമൊക്കെ നിസ്സംഗമാവാം, പോസിറ്റീവായിട്ട് സത്സംഗത്തിലിരിക്കുക. എന്തൊരു ശ്ലോകം ഉണ്ടല്ലോ അത്, സത്സംഗത്തിൽ നിന്ന് വരുന്ന നിസ്സംഗത, അതിൽ നിന്ന് കിട്ടുന്ന ഒരു വാളുകൊണ്ട് ഈ സംസാര ബന്ധത്തിനെ ഛേദിക്കണം. അതായത് എന്താണ്? എന്താ ഫസ്റ്റ് ലൈൻ? തസ്മാത് നരഹ അസംഗ സുസംഗജാത ജ്ഞാനാസിന ഇഹൈവ വിവൃക്ണമോഹ ഹരിം തദീഹ കഥനശ്രുതാഭ്യാം ലബ്ധസ്മൃതി യാതി അതിപാരമധ്വന. ഈ വഴി കടന്നു പോകും. എങ്ങനെയാ? ലബ്ധസ്മൃതി. സ്മൃതി എന്ന് വെച്ചാൽ ആത്മജ്ഞാനം എന്നർത്ഥം. ആത്മജ്ഞാനം ഉണ്ടായി സ്വതന്ത്രനാവും. എങ്ങനെ? അസംഗ സുസംഗജാത ജ്ഞാനാസിന. ജ്ഞാനം എന്നുള്ളൊരു വാള് ഇയാൾക്ക് കിട്ടി. എങ്ങനെ കിട്ടി? അസംഗം കൊണ്ടും സുസംഗം കൊണ്ടും. അസംഗം എന്താ? വൈരാഗ്യം. സുസംഗം എന്താ? സത്സംഗം, മഹത്സംഗം, ഗുരു ഉപസത്തി. ഇതുകൊണ്ടൊക്കെ ഉണ്ടായ ജ്ഞാനമാകുന്ന വാള്. അപ്പോൾ ഇതാണ് ജീവിതാവസാനം ആവുമ്പോഴേക്കും പഠിച്ച് ഒരാളിൽ പരിപാകത, പക്വത വരേണ്ടത്. അങ്ങനെയാണ്. അടുത്ത ചിത്രം ഭീഷ്മരും വയസ്സായിട്ട് വയ്യാതെ കിടക്കുന്ന ആളാണ്. വാർദ്ധക്യത്തിനെ ഒരാൾക്കും ഇങ്ങനെ ആവും എന്ന് പറയാൻ പറ്റില്ലല്ലോ. കുന്തി ജീവിതാനുഭവങ്ങൾ, ദുരിതങ്ങൾ കൊണ്ട് വിഷമിച്ച് അവസാനമാവുമ്പോൾ മനസ്സിലായി ഇതൊന്നും വരാൻ പാടില്ല, സൗഖ്യമായിട്ടിരിക്കണം എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല. ഭഗവാനെ എനിക്ക് നിസ്സംഗത തരൂ, ദുഃഖം വരട്ടെ എന്നാണ്. എന്താ വേണ്ടതെന്ന് വെച്ചാൽ വരട്ടെ. അങ്ങനെ പറയാൻ കാരണം എന്താ? ഒരു ചൊല്ലുണ്ടേ, തലയ്ക്ക് മേലെ വെള്ളം പോയാൽ 1 അടി പോയാൽ എന്താ, 100 അടി പോയാൽ എന്താന്ന്. വെള്ളം തലയ്ക്ക് മേലെ പോയി കഴിഞ്ഞു. ഇനിയിപ്പോൾ 1 അടി ആയാൽ എന്താ, 10 അടി ആയാൽ എന്താ, 100 അടി ആയാൽ എന്താ. ദുഃഖം അനുഭവിച്ചു കുറേ. വിപദഃ സന്തുനഃ ശശ്വത്. എന്തൊരു ധൈര്യം! അർത്ഥമറിഞ്ഞ് ആരും പറയില്ല ശ്ലോകം. എവിടെയെങ്കിലും ഭഗവാൻ തഥാസ്തു എന്ന് പറഞ്ഞാലോ അല്ലേ? ധൈര്യത്തോടെ ആരും പറയില്ല ഭഗവാനെ വരട്ടെ എന്ന്. ദുഃഖം വരട്ടെ. തത്ര തത്ര ജഗദ്ഗുരോ ഭവതോ ദർശനം യത് സ്യാത് അപുനർഭവ ദർശനം. ഭഗവാനെ
ഭവതഃ ദർശനം എന്ന് വെച്ചാൽ ഭഗവത് ദർശനം എന്ന് വെച്ചാൽ ഭഗവത് ധ്യാനം, സത്സംഗം, ഭഗവത് സ്മരണം ഉള്ളിലുണ്ടായാൽ വീണ്ടും ഈ ചക്രത്തിൽ, ഈ ദുഃഖത്തിൻ്റെ ഈ ആവർത്തത്തിൽ വീണ്ടും ഞാൻ ഇനി പെടില്ല, ഇനി ഈ അപകടത്തിലേക്ക് വരാൻ പാടില്ല. അതുകൊണ്ട് എന്തു വേണമെങ്കിലും വന്നോട്ടെ എന്ന് പറഞ്ഞു അമ്മ മാനസികമായിട്ട്. ഭീഷ്മർ ജീവിതത്തിൽ ഇത്രയധികം സാധിച്ച ഒരു വ്യക്തിയെ പറയാൻ ഒക്കില്ല. കൗരവ ഹിമാലയം എന്നാണ് അദ്ദേഹത്തിന് പറയുന്നത്. കൗരവ വംശത്തിലെ ഹിമാലയം. വ്യാസഭഗവാൻ വിതുരന് സഞ്ജയന് ശക്തി കൊടുത്തു, യുദ്ധഭൂമിയൊക്കെ കണ്ട് പറഞ്ഞു കൊടുക്കാൻ. പക്ഷെ സഞ്ജയനെ വിളിച്ചേയില്ല ധൃതരാഷ്ട്രം. 9 ദിവസം വിളിച്ചില്ല. എന്താണെന്ന് വെച്ചാൽ അത്ര ഉറപ്പായിരുന്നു ജയിക്കുമെന്ന്. കാരണം ആർക്ക് എന്ത് ചെയ്യാൻ ഒക്കും? ഭീഷ്മരാണ് മുമ്പിൽ നിൽക്കുന്നത്, സേനാധിപതി സ്വയം ഭീഷ്മ. അതുകൊണ്ട് അർജുനനോ ആര് വേണമെങ്കിൽ ആയിക്കോട്ടെ, ഒന്നും ചെയ്യാനൊക്കില്ല. ആ ധൈര്യമായിരുന്നു ധൃതരാഷ്ട്രർക്ക്. ഭീഷ്മരുടെ അടുത്ത് ചെന്ന് ദുര്യോധനനും ആ ധൈര്യത്തോടെയാണ് പറയണത്. ദുര്യോധനൻ്റെ അടുത്ത് ഭീഷ്മർ പറഞ്ഞു, എൻ്റെ ഊക്കൊന്നും കണ്ടിട്ട് നീ ഒന്നും തീരുമാനിക്കണ്ട കേട്ടോ. ഞാൻ വിചാരിച്ചിട്ട് ഒന്നും ചെയ്യാനൊക്കില്ല. ഞാൻ കുറേ ആളുകളെ കൊന്നു തരാം യുദ്ധത്തിൽ. വലിയ കോലാഹലം. ചിലരൊക്കെ ഉണ്ടല്ലോ ഈ കളിയിലൊക്കെ, അവർ ധാരാളം റണ്ണൊക്കെ എടുക്കും, പക്ഷെ തോൽക്കും, ടീം തോൽക്കും. അതുപോലെ ഞാനൊക്കെ ചെയ്തു തരാം, പക്ഷേ അവിടെ ആ വശത്തുണ്ടല്ലോ, എന്താ ശ്ലോകം, ജഗത്തിന് മുഴുവൻ മൂലമായ യസ്യ ഗോപ്ത ജഗത് ഗോപ്ത ശംഖചക്രഗദാധര. അർജുനനുണ്ട്, എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ്. സാധാരണ ആളുകളുടെ പ്രൊട്ടക്ഷനല്ല, യസ്യ ഗോപ്ത ജഗത് ഗോപ്ത ശംഖചക്രഗദാധര. അങ്ങനെ ആ 10 ദിവസത്തെ യുദ്ധമൊക്കെ കഴിഞ്ഞ് ഭീഷ്മർ എന്ന് പറയുന്ന ആ വലിയ വൃക്ഷം കടപുഴങ്ങി അങ്ങോട്ട് വീണു. അപ്പോഴാണ് ധർമ്മപുത്രർ ധൃതരാഷ്ട്രർ സഞ്ജയനെ വിളിച്ച് ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുത്സവ മാമകാ പാണ്ഡവാ ശൈവ കിമ. എന്തു സംഭവിച്ചു എന്നാണ് ചോദിച്ചത്. എങ്ങനെ സംഭവിച്ചു? ഭീഷ്മരുള്ളപ്പോൾ എന്ത് സംഭവിച്ചു? ഭീഷ്മർ ആ കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. സഞ്ജയൻ പറഞ്ഞുകൊണ്ട് വരുമ്പോൾ ഇത്ര ഗംഭീരമായ യുദ്ധം, പാണ്ഡവ സൈന്യമൊക്കെ തന്നെ തവിടുപൊടിയാവുകയാണ് ആ യുദ്ധത്തിൽ ഭീഷ്മരുടെ ശക്തിയിൽ. ഇങ്ങനെ ഇരിക്കുമ്പോൾ എങ്ങനെ ഭീഷ്മർ വീണു? ഹെഡ് മാസ്റ്റർ ചൂരലെടുത്തു അല്ലേ? അതാണ് ഈ ഭീഷ്മർ ഇങ്ങനെ യുദ്ധം ചെയ്യുമ്പോൾ സഹിക്കാൻ വയ്യാതെ ദേഷ്യം വന്നു കൃഷ്ണന്. കാരണം വയസ്സായി, ഇത്രയും ശക്തിയുണ്ട്, ഒരു നല്ല കാര്യത്തിന് ഇപ്പോൾ പ്രയോജനപ്പെടില്ല ഈ ശക്തി കാണിക്കുന്നത്. അർജുനൻ സന്യസിക്കാൻ പോയപ്പോൾ പിടിച്ചു നിർത്തി. ഭീഷ്മരാണ് സന്യസിക്കാൻ പോയിരുന്നതെങ്കിൽ ഭഗവാൻ അനുവദിച്ചിട്ടുണ്ടാവും. അപ്പോഴാണ് ഭഗവാൻ പറഞ്ഞത്, ഈ ആൾക്ക് ഈ സുദർശന ചക്രമൊന്നും ശരിയാവില്ല, ചൂരൽ. ആദ്യം ചൂരലാണ്, പിന്നെയാണ് ഈ ചക്രമൊക്കെ എടുക്കുന്നത്. 2 പ്രാവശ്യം ചാടും. ഒരു ചൂരലും എടുത്തുകൊണ്ട് നോക്കൂ, ഭഗ്നം ദഗ്ധം ശരൈർ ദഗ്ധം ഭഗ്നം എന്നൊക്കെയാണ് പറയണത് അവിടെ മഹാഭാരതം. ഛിന്നം ഭിന്നം അങ്ങനെയൊക്കെ ഭീഷ്മർ യുദ്ധം ചെയ്യുമ്പോൾ ഈ കണ്ണൻ കയ്യിൽ ചൂരൽ വടിയുമെടുത്ത് ആ തേർത്തട്ടിൽ നിന്നും ചാടി. അർജുന നോക്കി, എന്താ കൃഷ്ണ കാണിക്കണം? പക്ഷേ ചുറ്റും നിൽക്കുന്ന ആളുകളും ദേവതകളും ഒക്കെ നിലവിളിച്ചു അത്രേ. നമ്മൾ പറയില്ലേ റിസ്ക് 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 എന്ന് പറയില്ലേ, ഇല്ലേ? ഈ കയ്യിൽ ധനുർധാരിയായിട്ട് ഒരാൾ നിന്ന് ഇങ്ങനെ കയ്യിൽ AK-47 നിൽക്കുമ്പോൾ നമ്മൾ ചട്ടുക എടുത്തോണ്ട് പോയാൽ എന്തിനായി അദ്ദേഹത്തിൻ്റെ നേരെ? അപ്പോൾ ഇങ്ങനെ ഭീഷ്മരുടെ മുമ്പിലേക്ക് കൃഷ്ണൻ ചാടുമ്പോൾ ദേവതകൾ നിലവിളിച്ചു. എന്താ നിലവിളിച്ചറിയോ? ഹതോ ഭീഷ്മ ഹതോ ഭീഷ്മ.
ഭീഷ്മൻ തീർന്നു എന്നാണ്. ഭീഷ്മർ കഴിഞ്ഞു. കയ്യിൽ ചൂരൽ വടിയാണെങ്കിലും പിടിച്ചിരിക്കുന്ന ആളാണ് മുഖ്യം. ഹതോ ഭീഷ്മ, ഹതോ ഭീഷ്മ. അങ്ങനെ ഭീഷ്മർ സ്വയം തീരുമാനിച്ചു, ഇനി ഇരിക്കാൻ പാടില്ല. ഭഗവാനെ ശിഖണ്ഡിയുടെ രൂപത്തിൽ സ്വീകരിച്ചു. കാലത്തിനെ വിഷ്ണു സഹസ്രനാമത്തിൽ ഭഗവാന് ഒരു പേരാണ് ശിഖണ്ഡി, അല്ലേ? വിഷ്ണു സഹസ്രനാമം പറയണത് ആരാ? ഭീഷ്മരാണ്. അപ്പോൾ ശിഖണ്ഡി എന്നുള്ളത് ഭഗവാൻ ഒരു പേരാണ്. കാരണം തൻ്റെ കാലം, തൻ്റെ അവസാനം, തൻ്റെ ദുഃഖം, ഇതൊക്കെ കണ്ട് ഭീഷ്മര് ശരശയ്യയിൽ കിടക്കുമ്പോൾ പാണ്ഡവരും കൃഷ്ണനും ഒക്കെ കൂടെ വരുമ്പോഴാണ് ഈ ഭീഷ്മസ്തുതി. സ്തവരാജൻ എന്നാണ് മഹാഭാരതത്തിൽ അതിന് പേര്. വളരെ വലിയ പർവ്വമാണ് ഭീഷ്മർ കൊടുക്കുന്ന ഉപദേശങ്ങൾ. ഇന്ന് നമ്മൾ ഭാഗവതത്തിൽ പറയുന്ന പല വേദാന്ത തത്വങ്ങളും കഥകളും, ഈ 24 ഗുരുക്കന്മാരുടെ കഥകളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഭീഷ്മർ പറഞ്ഞ കാര്യങ്ങളാണ്. അതൊക്കെ സംഗ്രഹിച്ചിട്ടാണ് ഇവിടെ എടുത്ത് ഭാഗവതത്തിൽ പറയണം. മോക്ഷപർവം എന്ന പേര് ശങ്കരാചാര്യർ ഭാഷ്യത്തിൽ ആ മോക്ഷപർവത്തിൽ നിന്നാണ് ഒരുപാട് ഉദ്ധരിച്ചിരിക്കുന്നത്. ശങ്കരാചാര്യർ ഉപനിഷത്ത്, മഹാഭാരതം, വിഷ്ണു പുരാണം, അപൂർവമായി ചില സ്മൃതികൾ, ഇതല്ലാതെ വേറെ ഒന്നും ഉദ്ധരിച്ചിട്ടില്ല. വേദത്തിലെ പൂർവഭാഗ മന്ത്രങ്ങൾ പോലും കാണാൻ അധികം ഒക്കില്ല. ഉപനിഷത്തേ ഉള്ളൂ. ഗീത, ഉപനിഷത്ത്, മഹാഭാരതം, വിഷ്ണു പുരാണം. ഇപ്പോൾ ഈ പാണ്ഡവരൊക്കെ കൂടെ ഭീഷ്മരുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ജീവിതം ഇതാണ് എന്ന് പറയാണ് ഭീഷ്മർ. ശരീരത്തിൽ മുഴുവൻ ശരം കുത്തിക്കയറിയിരിക്കുകയാണ്. ആ ഭഗവാൻ തൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. ജീവിതം പലതും നമ്മളുടെ മുമ്പിൽ കൊണ്ടുവരും. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? അത് നമ്മളൊക്കെ ചോദിക്കുന്നതാണ്, അല്ലേ? ഞാൻ ഇത്രയൊക്കെ ചെയ്തു, എനിക്ക് എന്തുകൊണ്ട്? ഞാൻ എത്ര പൂജ ചെയ്തു, എത്ര അമ്പലത്തിൽ പോയി, എന്തൊക്കെ കാര്യം ചെയ്തു, എന്നിട്ട് എന്താ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ? ആർക്കും ഉത്തരം പറയാൻ കഴിയും? ഭീഷ്മർ പറയാണ്, എത്ര ധർമ്മസുതോ രാജ. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. എല്ലാം ഉണ്ടായിരുന്നിട്ടും ദുഃഖം. നഹ്യസ്യ കർഹ്യചിത് രാജന് പുമാൻ വേദ വിധിത്സിതം. യദ് വിജിജ്ഞാസയാ യുക്താഹ മുഹ്യന്തി കവയോപിഹി. ഇതിൻ്റെ രഹസ്യം അന്വേഷിച്ച് വലിയ വലിയ ക്രാന്തദർശികൾ പോലും മോഹിച്ചു പോയിട്ടുണ്ട്. കാരണം ഇത് മിഥ്യയാണ്. ഒരു ദുസ്വപ്നം കണ്ടു, രാവിലെ എണീറ്റ് എന്തുകൊണ്ട് കണ്ടു? ആർക്കുത്തരം പറയാം? എന്തെങ്കിലുമൊക്കെ ഉത്തരം പറയാം. രാത്രി നിങ്ങൾ കഴിച്ച ഉരുളക്കിഴങ്ങാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്നൊക്കെ പറയാമെന്നല്ലാതെ എങ്ങനെ മനസ്സിലാവും എന്തുകൊണ്ട് ഈ ദുസ്വപ്നം വന്നു? യുക്തിഹീനമാണ് പല അനുഭവങ്ങളും. അപ്പോൾ തസ്മാദിതം ദൈവതന്ത്രം, ഇതൊക്കെ ഭഗവാന്റെ ഇച്ഛ എന്ന് സ്വീകരിച്ചുകൊള്ളാം എന്ന് പറഞ്ഞ് കൃഷ്ണനെ തൻ്റെ മുമ്പിൽ കണ്ട് പറയാണ്, ആരെയാണോ നിങ്ങൾ അമ്മാവൻ്റെ മകനാണെന്നും നിങ്ങളുടെ സുഹൃത്താണെന്നും മന്ത്രിയാണെന്നും ഒക്കെ ധരിക്കുന്നത്, യം മന്യസേ മാതുലേയം പ്രിയം മിത്രം സുഹൃത്തമം അകരോഹോ സചിവം ദൂതം സൗഹൃദാത് അഥ സാരഥിം. എല്ലാറ്റിനും മേലെ തേരോട്ടിയാക്കി ചെയ്തു. അങ്ങനെയുള്ള ഈ കണ്ണൻ ഏഷവൈ ഭഗവാൻ സാക്ഷാത് ആദ്യോ നാരായണഃപുമാന് എന്ന് പറഞ്ഞു. സർവാത്മാവാണ്, സമദൃക്കാണ്, അദ്വയനാണ്, അനഹങ്കൃതി. ഇതൊക്കെ വിശേഷണം പറയാം ഭീഷ്മർ. സർവാത്മനഃ സമദൃശഃ ഹി അദ്വയസ്യ അനഹങ്കൃതേഹ. ഗീതയുടെ മുഴുവൻ വ്യാഖ്യാനമാണത്.
തത്വജ്ഞാനം വന്നു, സർവാത്മഭാവം ഉണ്ടായി. രണ്ടാമതൊരു വസ്തു ഉണ്ടെന്നുള്ള ഭ്രമം ഉള്ളിലില്ല. അതുകൊണ്ടാണ് എല്ലാ സ്ഥലത്തും യുദ്ധഭൂമിയാവട്ടെ, ദുര്യോധനൻ തന്നെ പറയണത്, യുദ്ധഭൂമിയിൽ കുതിരകൾ ക്ഷീണിച്ചപ്പോൾ കൃഷ്ണൻ കുതിരകളെ കുളിപ്പിക്കുകയും ആഹാരം കൊടുക്കുകയൊക്കെ ചെയ്ത് നടു യുദ്ധത്തിലാണ് നിർത്തിയിരിക്കണം. അത് കണ്ടിട്ട് ദുര്യോധനൻ കർണൻ്റെ അടുത്ത് പറയണം, അവൻ എന്താ വിചാരിക്കുന്നത്, നമ്മളൊക്കെ ഗോപസ്ത്രീകളാണെന്നാണോ, നമ്മളൊക്കെ എന്ത് ഗോപസ്ത്രീകളാണെന്നാണോ വിചാരിക്കണം, വിടമ്പ് എന്ന് പറഞ്ഞു. എല്ലാവരുടെ നടുക്കും കക്ഷത്തിൽ കുതിരയെ ഓടിക്കാനുള്ള ചൂരലും കുതിരയുടെ കടിഞ്ഞാണ് വായിൽ കടിച്ചു പിടിച്ചിട്ട് കുതിരയ്ക്ക് ചൊറിഞ്ഞു കൊടുത്തോണ്ട് നിൽക്കാം. യുദ്ധഭൂമിയുടെ നടുക്ക്. എന്താണെന്ന് വെച്ചാൽ അദ്വയം. അതാണ് അദ്വയം. തന്നിൽ നിന്ന് അന്യമായി ഒന്നുമില്ല എന്ന് ജനകൻ പറയണ്ടോ, കൊടുങ്കാട്ടിൽ എന്ന പോലെ രണ്ടില്ലാത്ത അവസ്ഥ. എല്ലാ കൂട്ടത്തിൻ്റെ നടുക്കും എനിക്ക് അന്യമായി, ആത്മാവിൽ നിന്ന് അന്യമൊന്നുമില്ല. അനഹങ്കൃതേ, ഞാൻ ചെയ്യണു, എൻ്റെ ഒന്നുമില്ല എന്ന്. മതിവൈഷമ്യമില്ല എന്ന്. നോക്കൂ, ഈ അറിവൊക്കെ എന്തിനാണെന്ന് വെച്ചാൽ മതിവൈഷമ്യം നീക്കാനാണ്. വിഷാദയോഗം എന്ന് ഗീതയിൽ പറയുന്നുണ്ടല്ലോ. ആ മതിവൈഷമ്യം, ബുദ്ധിയിലുള്ള വിഷമത, അത് നീക്കാനായിട്ടാണ് ഈ വേദാന്ത വിചാരമൊക്കെ നീക്കുന്നത്. അപ്പോൾ മനുഷ്യൻ എന്താവും? നിരവധ്യ. ഉള്ളിൽ ഉള്ള ദോഷങ്ങൾ, കളങ്കങ്ങളൊക്കെ പോയിട്ട് സ്വതന്ത്രനായിട്ട് തീരും. അങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ലൈഫിൽ വേണ്ടേ? തഥാപി ഏകാന്ത ഭക്തേഷു പശ്യഭൂപ അനുകമ്പിതം. ഗീതയാണ്. ആരെനിക്ക് എൻ്റെ അടുത്ത് ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം തം ഏനമാം ഉപയാന്തി തേ തേഷാമേവ അനുകമ്പാർത്ഥം അഹമജ്ഞാനജം തമഃ നാശയാമി ആത്മഭാവസ്ഥോ ജ്ഞാനദീപേന ഭാസ്വത. അനുകമ്പാർത്ഥം, അവർക്ക് അനുകമ്പയ്ക്കായിക്കൊണ്ട്, അനുകമ്പ കൊണ്ട്, കൃപ കൊണ്ട്, കരുണ കൊണ്ട് അവർക്ക് ഞാൻ ജ്ഞാനമെന്ന വിളക്ക് കൊളുത്തി അവർക്ക് വഴി കാണിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ഭഗവാൻ എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കണു. നോക്കൂ, ജീവിതം മുഴുവൻ ഭഗവാനെ ധ്യാനിച്ച് ഉപാസന ചെയ്ത് ജീവിച്ച എൻ്റെ മുമ്പിൽ ഭഗവാൻ ഇതാ വന്ന് നിൽക്കുകയാണ്. വിശുദ്ധയാ ധാരണയാ. എത്രയോ ധ്യാനിച്ചിട്ടുണ്ട്. വിശുദ്ധയാ ധാരണയാ ഹത അശുഭ. അശുഭമെന്ന് വെച്ചാൽ അശുഭവാസന. മനസ്സിങ്ങനെ ചഞ്ചലമായിട്ട് അലയുന്നുണ്ടല്ലോ, പല ഇതൊക്കെ പതുക്കെ 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 ഭഗവത് രൂപത്തിലോ മന്ത്രത്തിലോ നിർത്തി 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 ധാരണ ചെയ്ത്. ധാരണ ധ്യാനത്തിന് മുമ്പുള്ള പടിയാണ്. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ. ഈ ധാരണ വിശുദ്ധയാ ധാരണയാ ഹത അശുഭ. അശുഭം എന്ന് വെച്ചാൽ വികല്പം, ദുർവാസനകളൊക്കെ നീ പതുക്കെ കാലപ്പോക്ക് കൊണ്ട് പരിപാകപ്പെട്ട് ആ ധ്യാനം ഹൃദയത്തിൽ സിദ്ധമായി. ഹതാശുഭ തദീക്ഷയൈവാശു ഗതായുധവ്യഥ. ഇതിനെല്ലാറ്റിനും മേലെ ഭഗവാൻ ഇങ്ങനെ വന്നിങ്ങനെ, ഭഗവാൻ മുമ്പിൽ വന്ന് നിന്നിങ്ങനെ കടാക്ഷിച്ചപ്പോൾ ശരീരത്തിലുള്ള ആയുധം കുത്തിയിട്ടുള്ള വേദനയൊക്കെ പോയി അത്ര ഭീഷ്മനക്ക്. വേറൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ, വയ്യാതെ ജീവിതം മുഴുവൻ ഉപാസന ചെയ്തു ഭഗവാനെ ധ്യാനിച്ചു കൊണ്ട് കിടന്നു. ഞാനൊരു ഭക്തനെ കണ്ടു, വലിയ സുബ്രഹ്മണ്യ ഭക്തനായിരുന്നു. സുബ്രഹ്മണ്യൻ അദ്ദേഹത്തിന് പ്രത്യക്ഷമാണ്. അവസാന കാലത്ത് മൂത്ര സഞ്ചിയും ബാഗൊക്കെ ആയിട്ട് ഇങ്ങനെ കിടപ്പാണ്, വേദനയൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ പ്രഭാഷണത്തിന് ബോംബെയിൽ പോകുമ്പോഴൊക്കെ അദ്ദേഹം വന്ന് ഒരു റെഗുലറായിട്ട് മാലയൊക്കെ കെട്ടിക്കൊണ്ടുവന്ന് ഇടും. അപ്പോൾ അവസാനമാകുമ്പോൾ ഒന്ന് കാണണമെന്ന് പറഞ്ഞ് അയച്ചു. ഞാനങ്ങോട്ട് പോയി. അപ്പോൾ പറയാണ്, നല്ല വേദനയുണ്ട്, ശരീരത്തിന് ബുദ്ധിമുട്ടുകൾ വിഷമങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പറഞ്ഞു, ഞാൻ കണ്ണ് തുറന്നാൽ ഇവിടെ അവൻ കയ്യിൽ വേലോടുകൂടെ ഇവിടെ ഉണ്ട്. ഞാൻ കണ്ണടച്ചാൽ ഉള്ളിൽ ആ ഒരു ജ്യോതി മാത്രമേ ഉള്ളൂ. പുറമേക്കോ ശരീരത്തിന് എല്ലാ പ്രശ്നങ്ങളുണ്ട്. ഭഗവാനെ ധ്യാനിച്ച് അനുസന്ധാനം ചെയ്ത് മുഴുവൻ കാലം ജീവിച്ചു. അവസാനമാവുമ്പോൾ ഉണ്ടല്ലോ, തദീക്ഷയൈവാശു ഗതായുധവ്യഥ. ഡോക്ടർമാരൊക്കെ ആയുധം ഉപയോഗിക്കുമല്ലോ,
അല്ലേ? ആ ആയുധമൊക്കെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ വ്യഥയുണ്ടാവും. മരുന്നുകൾ കഴിക്കണു, അതിൻ്റെ വ്യഥയുണ്ടാവും. ഇതൊന്നും ആർക്കും അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ യാവത് സ്വസ്ഥമിതം ശരീരം അരുജം യാവത് ജരാദൂരത. ശരീരം അരുജമായിട്ടിരിക്കുമ്പോൾ, ഓൾഡ് ഏജ്, വാർദ്ധക്യം ദൂരത്തിലിരിക്കുമ്പോൾ തന്നെ ഇതൊക്കെ ചെയ്ത് ശരിയാക്കി വെച്ചുകൊള്ളാതെ. സന്ദീപ്തേ ഭവനേതു കൂപഖനനം പ്രത്യുദ്യമ കീദൃശ. വീട് പിടിച്ച് തീ കത്തുമ്പോൾ കടപ്പാറ എടുത്തുകൊണ്ട് കിണർ കുഴിക്കാൻ പോയാലേ എന്ത് പ്രയോജനം? അതുകൊണ്ട് നേരത്തെ തന്നെ അഭ്യസിച്ചു വെച്ചു. വിശുദ്ധയാ ധാരണയാ ഹതാശുഭ. വാർദ്ധക്യത്തിനുള്ള ട്രെയിനിങ്ങാണത്. വയസ്സാവുന്നതിന് മുമ്പ്, ശരീരം നമ്മളെ ചതിക്കുന്നതിന് മുമ്പ് നമ്മൾ ശാശ്വതമായ ഒന്നിനെ പിടിക്കണം. ശരീരം ചതിക്കും. നിങ്ങൾ 33 കോടി ദേവതകളോട് പ്രാർത്ഥിച്ചാലും ശരീരം ചതിക്കും. കാരണം ശരീരത്തിൻ്റെ പ്രകൃതി അതാണ്. അത് ചതിക്കലല്ല, അത് പ്രകൃതിയാണ്. ഒരു ദിവസം മരിച്ചു പോവും, വാർദ്ധക്യം വരും. ഇതൊന്നും ആർക്കും നീക്കാൻ പറ്റില്ല. ഭഗവാൻ നമുക്ക് അനുഗ്രഹം തരുന്നത് എന്താണെന്ന് വെച്ചാൽ, പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ എന്ത് തരും? സത്സംഗം തരും, ഈ അറിവ് തരും. ഈ അറിവിനെ എടുത്തുകൊണ്ട് ഭഗവാനെ ധ്യാനിച്ച് ഉപാസന ചെയ്ത് ശരീരത്തിന് വരുന്ന വിഷമങ്ങളും പ്രശ്നങ്ങളുമൊക്കെ വാർദ്ധക്യത്തിലാവുമ്പോൾ ഉണ്ടാവും. അതൊന്നും ഇനി എന്നെ ബാധിക്കാത്ത വിധത്തിൽ പ്രബലമായ ധ്യാനം എൻ്റെ ഉള്ളിൽ ഉണ്ടാവണം. അതാണ് പറഞ്ഞ് ഭഗവത് ധ്യാനത്തിൻ്റെ ഊക്കുകൊണ്ട് ശരീരവേദനയൊക്കെ ഉണ്ട്, പക്ഷെ അറിഞ്ഞില്ല എന്ന്. തദീക്ഷയൈവാശു ഗതായുധവ്യഥ. ഉള്ളിൽ ഭഗവാന്റെ ദിവ്യരൂപത്തിനെ കണ്ടു. കാരണം ഭഗവാന്റെ അടുത്ത് പറഞ്ഞു, നീ മുമ്പിൽ നിന്നിട്ട് കാര്യമില്ല. മുമ്പിൽ പോയി നിന്നാലും നമ്മളുടെ മനസ്സിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഗുരുവായൂരപ്പൻ്റെ മുമ്പിലൊക്കെ പോയി നിൽക്കും, വേറെ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് വരും. അപ്പോഴും ചിലപ്പോൾ ഉള്ളിൽ ആ സമയത്ത് മൂഡ് ശരിയില്ലെങ്കിലുണ്ടല്ലോ, നിങ്ങളുടെ ഭാവത്തിൽ എന്ത് തോന്നുന്നു അതും തോന്നിക്കൊണ്ടാണ് വരിക. അപ്പം ധ്യാനമാണ് മുഖ്യം, ഉള്ളിലുള്ളതാണ് മുഖ്യം. അതുകൊണ്ടാണ് പറഞ്ഞത്, സദേവദേവോ ഭഗവാൻ പ്രതീക്ഷതാം കളേവരം യാവതിതം ഹിനോമ്യഹം പ്രസന്ന ഹാസാരുണലോചനോല്ലസൻ മുഖാംബുജോ ധ്യാനപഥ ചതുർഭുജ. പുറത്ത് നിന്നാൽ പോരാ, ഞാൻ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ച് ശരീരം വിടും. എൻ്റെ ധ്യാനപഥത്തിൽ വന്ന് നിൽക്കണം, സമാധിയിൽ വന്ന് നിൽക്കണം. രാമകൃഷ്ണ പരമഹംസർ ചില ഭക്തന്മാരോടൊക്കെ പറഞ്ഞു, നീ പേടിക്കണ്ട കേട്ടോ, നീ മരിക്കുമ്പോൾ സമാധിയിൽ ശരീരം വിടും എന്ന് ചിലരെടുത്ത് പറഞ്ഞു. ചിലരെടുത്ത് പറഞ്ഞു, നീ മരിക്കുമ്പോൾ ഞാൻ വരും, നിനക്ക് എൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടാവും. രമണ മഹർഷിയുടെ പല ഭക്തന്മാരും നമുക്കറിയാം, ഭഗവാൻ വന്നിരിക്കണമെന്നൊക്കെ പറയും മരിക്കണ സമയത്ത്. വയ്യാതെയൊക്കെ കിടക്കായിരിക്കും, അവസാനമാകുമ്പോൾ ഇതാ വന്നിരിക്കുന്നു, എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ശരീരം വിട്ടു. തദീക്ഷയൈവാശുഗതായുധവ്യത നിവൃത്ത സർവേന്ദ്രിയ വൃത്തി വിഭ്രമ. ഇന്ദ്രിയങ്ങളുടെ വൃത്തി ഉണ്ടാക്കുന്ന വിഭ്രമുണ്ടല്ലോ മനസ്സിൽ, അതൊക്കെ അങ്ങടെ അസ്തമിച്ച് വിസൃജത് ജന്യം ജനാർദ്ദനം തുഷ്ടാവ്. ഈ ശരീരത്തിനെ അങ്ങോട്ട് ഉപേക്ഷിക്കുകയാണ്. ജനാർദ്ദനനെ സ്തുതിച്ചു, ഭഗവാനെ സ്തുതിച്ചു. എനിക്ക് ഈ സംസാര പ്രവാഹം ഉള്ളിൽ അസ്തമിക്കണം ഭഗവാൻ എന്നാണ്. എന്താ ഈ സംസാര പ്രവാഹം? മനസ്സ് ഇങ്ങനെ പല ചിന്തകളും ആഗ്രഹങ്ങളും അറ്റാച്ച്മെൻറ്റും. ഇതിമതിരുപകൽപിതാ വിതൃഷ്ണ ഭഗവതി സാത്വത പുങ്കവേ വിഭൂംനി സ്വസുഖമുപഗതേ ക്വചിദ് വിഹർത്തും പ്രകൃതിമുപേയുഷി യദ്ഭവപ്രവാഹ. ഭവപ്രവാഹ, ഉള്ളിലുള്ള ഇങ്ങനെ ഒഴുക്ക്, ഇങ്ങനെ മനസ്സിൻ്റെ അനുസന്ധാനം, പല വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കലും, പഴയതൊക്കെ ചിന്തിക്കുക, വരാൻ പോകുന്നതിനെ ഭാവന ചെയ്യുക, ഇതൊക്കെ നിന്ന് കിട്ടണം ഭഗവാനെ. ഇപ്പം മനസ്സ് വിതൃഷ്ണ, ഉള്ളിലുള്ള തൃഷ്ണകൾ ആഗ്രഹങ്ങളൊക്കെ കഴിഞ്ഞു എന്നാണ്. അത് പറയാൻ കഴിയണം, അവിടെയാണ് ജയം. ത്രിഭുവനകമനം തമാലവർണം രവികര ഗൗരവരാംബരം ദധാനേ വപുരലകുലാവൃതാനനാബ്ജം വിജയസഖേരതിരസ്തു മേ അനവദ്യാ.
ഉപാസനാമൂർത്തിയിൽ മനസ്സ് നിർത്തുക, അതാണ് ആദ്യത്തെ പടി. മനസ്സ് ഉപാസനാമൂർത്തിയിൽ നിർത്തുക. സാധാരണ വഴി അതാണ്. ഭഗവാൻ പറയണത്, എൻ്റെ മുമ്പിൽ വന്ന് തേരോടിച്ച് എൻ്റെ സർവ്വവീര്യത്തിനും എൻ്റെ ഒരു നേട്ടങ്ങൾക്കും ഒക്കെ ഒരു ചാലഞ്ച് ചെയ്തുകൊണ്ട് എൻ്റെ മുമ്പിൽ വന്ന് നിന്ന ഒരു രൂപമുണ്ട് എൻ്റെ മുമ്പിൽ. അതാണ് എൻ്റെ മുമ്പിൽ പിന്നെയും പിന്നെയും വരണം. കുതിരക്കുളമ്പടി പറപ്പിച്ച പൂഴിയോടുകൂടെ വേർത്തൊലിച്ച് വളരെ വേഗത്തിൽ തേരോടിച്ചു കൊണ്ടുവന്ന് ബ്രേക്കിട്ട് നിർത്തുന്ന പോലെ ആ കുതിരയെ അങ്ങോട്ട് വലിച്ചിട്ട് അങ്ങോട്ട് നിർത്തി കുതിര അങ്ങനെ കാല് പൊക്കിയിട്ട് ശബ്ദം ഉണ്ടാക്കാം. എന്നിട്ടാണ് ആ കുതിരക്കയറിങ്ങനെ വലിച്ചെറിഞ്ഞിട്ട് ഭീഷ്മർ പറഞ്ഞു, ഞാൻ മെനക്കെട്ട് ഈ വ്രതമൊക്കെ എടുത്ത് വെച്ചതാണ്, ആയുധമെടുക്കില്ല എന്ന് പറഞ്ഞ കണ്ണനെ കൊണ്ട് ആയുധമെടുപ്പിക്കും, ആ വിധത്തിലായിരിക്കും എൻ്റെ യുദ്ധം എന്ന്. ദുര്യോധനൻ മണ്ടൻ ശകുനിയുടെ അടുത്ത് പറഞ്ഞു, എന്തൊരു പ്രതിജ്ഞ ഭീഷ്മർ ചെയ്തിരിക്കണം അറിയോ, ആയുധം എടുക്കില്ല എന്ന് പറഞ്ഞ കൃഷ്ണനെ കൊണ്ട് ആയുധം എടുപ്പിക്കുന്ന രീതിയിൽ യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എടോ മണ്ട, ഇത് പ്രതിജ്ഞയാണ്. നീ മെനക്കെട്ട് കൃഷ്ണൻ്റെ അടുത്ത് പോയി വരം വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് ആയുധം എടുക്കരുതെന്ന്. ഇപ്പോൾ പോയി മറ്റൊരു വരം വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കണു, കൃഷ്ണനെ കൊണ്ട് ആയുധം എടുപ്പിക്കും. സ്വനിഗമമപഹായ. നല്ല മനോഹരമായ ശ്ലോകം. യുദ്ധഭൂമിയിൽ ഭഗവത്ഗീത ഉപദേശിച്ചല്ലോ. അതാ ആ ചിത്രമൊക്കെ ഭീഷ്മര പറഞ്ഞിട്ടാണ് നമ്മൾ അറിയണത്. ആ യുദ്ധഭൂമിയിൽ വന്ന് നിൽക്കുകയും തലമുടിയൊക്കെ പാറി പറന്ന് നല്ല പീതാംബരം ധരിച്ച് വയർത്തൊലിച്ച് നിൽക്കുന്ന കൃഷ്ണൻ. അങ്ങനെ ഒരു കൃഷ്ണനെയൊക്കെ ആരെങ്കിലുമൊക്കെ ചിത്രം വരയ്ക്കണം. നമ്മളൊക്കെ മേക്കപ്പ് ഇട്ട കലയാതെ നിൽക്കുന്ന ഭഗവാനെയൊക്കെയാണ് വരയ്ക്കണത് തേർത്തട്ടിൽ. അങ്ങനെ വന്ന് നിൽക്കുകയും അതൊരു അലങ്കൃതാസ്യേ എന്നാണ്. ശ്രമവാരി അലങ്കൃതാസ്യേ. ഞാൻ അമ്പ ഇത് മേത്ത് മുഴുവൻ ചോര രക്തമാണ്. നിശിതശരൈഹി വിഭിദ്യമാനത്വചി. പാർത്ഥസാരഥി അമ്പലമുണ്ട് ചെന്നൈയിൽ, ട്രിപ്ലിക്കൻ. നല്ല മീശയൊക്കെ ഉള്ള കൃഷ്ണനാണ്, കണ്ടിട്ടുണ്ട് സ്വാമി. സപതി സഖി വചോ നിശമ്യ മധ്യേ നിജപരയോർ രഥയോർ ബലയോർ രഥം നിവേശ്യ സ്ഥിതവതി പരസൈനികായുരക്ഷണാഹൃതവതി പാർത്ഥസഖേ രതിർമമാസ്തു. വ്യവഹിതഭൃതനാമുഖം നിരീക്ഷ്യ സ്വജനവധാത് വിമുഖസ്യ ദോഷബുദ്ധ്യ. അർജുനനൊരു ദോഷബുദ്ധി, വിഷമബുദ്ധി, വിഷാദം വന്നു. ആ ബുദ്ധി അവിടെ വെച്ച് തന്നെ കുമതിമഹരത് ആത്മവിദ്യയായ ആത്മവിദ്യ ഉപദേശിച്ച് ആ അർജുനനെ വീണ്ടും ഗാണ്ഡീവം എടുപ്പിച്ച ആ കൃഷ്ണനുണ്ടല്ലോ, അവൻ്റെ ചരണത്തിൽ എനിക്ക് രതി ഉണ്ടാവട്ടെ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ശരീരം വിടും. ഗംഭീരമായ ശരീരവിസർജനം. ശരീരം വിടുമ്പോൾ തമിമഹമജം ശരീരഭാജാം ഹൃദി ഹൃദി ധിഷ്ഠിതം. ജനനം മരണം എന്നുള്ളതൊന്നുമില്ലാത്തതായ ശുദ്ധ ചൈതന്യമായി എല്ലാവരുടെ ശരീരത്തിലും എല്ലാവരുടെ ഹൃദയത്തിലും പ്രകാശിക്കുന്നതായിട്ടുള്ള ആ ആത്മാ അവനവന് തോന്നുന്ന പോലെയൊക്കെ കൽപ്പന ചെയ്യുന്നു. ആത്മകൽപ്പിതാനാം പ്രതിദൃശമിവ നൈകധാർക്കമേകം സമധികതോസ്മി വിധൂതഭേദമോഹ. ആകാശത്തുള്ള സൂര്യൻ പല ബക്കറ്റിൽ വെള്ളം വെച്ചാൽ എല്ലാത്തിലും പ്രതിഫലിച്ച് കാണും. പക്ഷെ സൂര്യൻ ആകാശത്താണ്. അതുപോലെ അദ്വയമായ ആ വസ്തു അനേക ശരീരങ്ങളിൽ ജീവനായിട്ട് ഞാൻ എന്നുള്ളൊരു ചിതാഭാസനായിട്ട് തോന്നുന്നു. ആ തത്വം ഞാനിതാ സമധികതോസ്മി എന്നുവെച്ചാൽ ഇപ്പോൾ സമ്പന്നമായിരിക്കുന്നു എന്നാണ്. സമ്പന്നം എന്നാണ് വാക്കിവിടെ.
സമ്പത്തി, ബ്രഹ്മസമ്പത്തി എന്ന് വെച്ചാൽ മനസ്സ് പരിപൂർണമായും ബ്രഹ്മത്തിൽ ലീനമായി. ഒരു ദൃഷ്ടാന്തം പറയണത്, വൈകുന്നേരം ആവുമ്പോൾ പറക്കുന്ന ചേക്കേറുന്ന കിളികൾ, പക്ഷികൾ കൂട്ടിലേക്ക് കയറുന്ന പോലെ പ്രാണനൊക്കെ ഭീഷ്മരുടെ ഉള്ളിൽ അടങ്ങിത്തീർന്നു. സമ്പദ്യമാനമാജ്ഞായ ഭീഷ്മം ബ്രഹ്മണി നിഷ്കലേ. ഒരു കലയുമില്ലാത്ത ബ്രഹ്മത്തിൽ എന്ന് വെച്ചാൽ കൈ കാല് ഒന്നും, ശരീരത്തിൻ്റെ ഒരു കലയുമില്ല, ഷോഡശകലകളൊന്നുമില്ല, അംഗങ്ങളൊന്നുമില്ല. അങ്ങനെയുള്ള പൂർണ്ണമായ സ്വരൂപത്തിൽ ഭീഷ്മരുടെ ചിത്തം അടങ്ങി മരിക്കാൻ പോകുന്ന സമയത്ത് അവിടെ മുഴുവൻ ചുറ്റുമൊരു ശാന്തി അങ്ങനെ പരന്നു എന്നാണ്. ഗംഭീരമായ ഒരു ശാന്തി പരന്നു. എല്ലാവരും കരയുന്നതിന് പകരം പ്രശാന്തി അനുഭവിച്ചു. കാരണം എന്താ, എല്ലാവർക്കും മനസ്സിലായി ഭീഷ്മർ ബ്രഹ്മത്തിൽ ബ്രഹ്മസമ്പത്തി നേടുകയാണെന്നാണ്. സമ്പദ്യമാനമാജ്ഞായ ഭീഷ്മം ബ്രഹ്മണി നിഷ്കലേ സർവേ ബഭൂവു തേ തൂഷ്ണീം വയാംസി ഇവ ദിനാത്യയേ. അപ്പോൾ നോക്കൂ, ആദ്യത്തെ ലെസൺ ഭാഗവതത്തിൽ, സപ്താഹത്തിന് വരുന്നവർ അധികം പേരും വയസ്സായ ആളുകളാണല്ലോ. വാർദ്ധക്യം ജീവിതത്തിൽ വളരെ പ്രധാനമായൊരവസ്ഥയാണ്. എല്ലാവരും ഉയർത്തി കാണിക്കുന്നത് യൗവനമാണ്. യൗവനത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ചെയ്തു തീർക്കാനുണ്ട്, അറിയാനുണ്ട്, അനുഭവിക്കാനുണ്ട്, പല പ്രശ്നങ്ങളുണ്ട്. വയസ്സാവുമ്പോൾ ഉണ്ടല്ലോ അതൊക്കെ അവസാനിച്ചു, ഒന്നും ചെയ്യാനില്ല, ഒന്നും നേടാനില്ല. നമ്മളായിട്ട് ഭ്രമം കൊണ്ട് പിന്നെയും അതിൽ ചുറ്റിയാലേ ഉള്ളൂ. അല്ലെങ്കിൽ ഒക്കെ കഴിഞ്ഞു, എല്ലാം അവസാനിച്ചു. ഇനിയെങ്കിലും സ്വസ്ഥമായിട്ട് ഭഗവത് ധ്യാനം ചെയ്തുകൊണ്ടിരിക്കാൻ കഴിയുമെങ്കിൽ വാർദ്ധക്യത്തിൻ്റെ ഒരു മാധുര്യമുണ്ടല്ലോ, അത് യൗവനത്തിലോ ബാല്യത്തിലോ ഒന്നും കിട്ടില്ല. വയസ്സാവുമ്പോഴാണ് മാധുര്യം. കാരണം ഒന്നുമില്ല, ഒന്നും ചെയ്യാനില്ല. ഓഫീസിൽ പോകണ്ട, ആരും സ്കൂളിലേക്ക് പോകുക പറയില്ല, പരീക്ഷയായി എഴുതിയോ എന്ന് ചോദിക്കില്ല, ജോലി കിട്ടിയോ എന്ന് ചോദിക്കില്ല, കല്യാണം കഴിഞ്ഞോ എന്ന് ചോദിക്കില്ല, കുട്ടികളായോ എന്ന് ചോദിക്കില്ല, ഒരു ചുമതലയും ഇല്ല. അങ്ങനെ റിട്ടയർമെൻറ്റ്, വാനപ്രസ്ഥം എന്ന് പറയണം. വാനം എന്ന് പ്രസ്ഥം എന്ന് വെച്ചാൽ കാട്ടിലേക്ക് പോവാന്നല്ല ശങ്കരാചാര്യർ അർത്ഥം പറയണത്, ഭജിക്കാനായിട്ട് തീരുമാനിക്കുകയാണെന്നാണ്. വനനീയം സംഭജനീയം. അപ്പോൾ ഭഗവത് ഭജനത്തിനായിട്ടുള്ള പ്രസ്ഥാനമാണ്. ഇനിയുള്ള കാലം ഞാനിതാ ഭാഗവതം, ഗീത അതൊക്കെ വായിക്കുകയും ജപം ചെയ്യുകയും ലൈഫ് ഒരു ഡിസിപ്ലിൻ ചെയ്ത് ട്രെയിൻ ചെയ്ത് ഇനി സ്വസ്ഥമായിട്ട്, വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അലഞ്ഞുകൊണ്ട് അമേരിക്കയിൽ പോകണു, ആഫ്രിക്കയിൽ പോയിക്കോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതൊക്കെ അവിടെ പോയാലും ചെയ്തുകൊള്ളുക. ജപം ചെയ്യോ ധ്യാനം ചെയ്യോ ഒക്കെ ചെയ്തുകൊണ്ട് അവിടെ പോയും ചിലരിയ്ക്കുന്നുണ്ട്, നിവൃത്തിയൊന്നുമില്ല, അവിടെ ഇരിക്കുന്നു. നല്ല ഭക്തിയോടുകൂടെ പല സ്ഥലങ്ങളിലും പോയി അവിടെ ചെന്ന് നാമം ജപിച്ചും ഭാഗവതം പറഞ്ഞും ഗീത പഠിച്ചും ഒക്കെ ഇരിക്കുന്നുണ്ട്. ഒരു വിഷമില്ല. പ്രാരബ്ധം ഇപ്പോൾ മക്കളൊക്കെ അവിടെയാണ്, എന്ത് ചെയ്യാനൊക്കും? അവിടെ പോയി, ശരി, അത്ര. പ്രഭാഷണത്തിലൂടെ അറിയേണ്ട കാര്യമൊന്നുമല്ല, ചുറ്റും നോക്കിയാൽ മതി. നമ്മൾ എന്തൊക്കെ തീരുമാനിച്ചാലും ഇളകിപ്പോകുന്ന ശക്തി ഉണ്ടല്ലോ, അതിനെയാണ് കലി എന്ന് പറയുന്നത്. അത് അതിനൊക്കെ മരുന്ന് നിരന്തര ഭഗവത് സ്മരണമാണ്. വേറെ വഴിയില്ല. തസ്യാഹം സുലഭ പാർത്ഥ നിത്യയുക്തസ്യ യോഗിനഃ. നിരന്തര സ്മരണ ചെയ്യുന്ന ആൾക്ക് ഞാൻ സുലഭനാണെന്ന് പറഞ്ഞു ഭഗവാൻ. ഉള്ളിലിങ്ങനെ സതത സ്മരണം. വലിയ യുദ്ധമൊക്കെ ചെയ്തു, കുരുക്ഷേത്ര യുദ്ധം എല്ലാം നേടിയെടുത്തിട്ട് ജീവിതം പഠിപ്പിച്ച പാഠം അതൊക്കെ ഇട്ടിട്ട് ഇവർ മഹാപ്രസ്ഥാനം പോയി. പാണ്ഡവരൊക്കെ പരീക്ഷത്തിനെ രാജാവാക്കി ചെയ്തിട്ട്, പരീക്ഷിത്ത് കുറേ കാലം ഗംഭീരമായി രാജ്യഭരണം ചെയ്തു. എല്ലാത്തിനും ഒരു അവസാനമുണ്ട്. നമ്മൾ ലോകത്തിലൊക്കെ തന്നെ ഇതൊക്കെ നല്ല ഭംഗിയായിട്ടിരിക്കണമല്ലോ വിചാരിക്കുമ്പോൾ തന്നെ പൊരിഞ്ഞു പോകും.
നല്ലതാ, ഇപ്പം നമുക്ക് നല്ല ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ അപ്പോഴേക്കും ആ ഗവൺമെൻറ് മാറി വേറെ ഇറങ്ങി വന്നിരിക്കും. ഈ ലോകത്തിൽ നമ്മൾ ഈ ഗവൺമെൻറ് മാറിയാൽ വേറെ ഒന്ന് വന്നാൽ നന്നാവും എന്നൊക്കെ വിചാരിക്കും. അത് ശനിക്ക് പകരം ഗുളിയം വന്ന പോലെയാവും. അതാണ് കഷ്ടം. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തീരുമാനിച്ച് പലതും ചെയ്യുകയാണ് നമ്മൾ ലോകത്തിലെ. ഇത് മാറ്റി അത് വെച്ചു, അത് മാറ്റി ഇത് വെച്ചു, അവസാനം ഒരു സമാധാനമില്ല. ഇപ്പോൾ രാജാവായി പരീക്ഷിത്തിരിക്കുമ്പോൾ തന്നെ പരീക്ഷത്തിൻ്റെ കാലം കഴിഞ്ഞു. പക്ഷേ ഭഗവത് അനുഗ്രഹം, ജീവിതത്തിൽ ഭഗവത് അനുഗ്രഹം ചിലപ്പോൾ വിപരീതമായ രൂപത്തിൽ വരും. പോസിറ്റീവായിട്ട് പലതും വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ സംസാരത്തിൽ വീണു പോകും. വലിയ വലിയ ലാഭങ്ങൾ കിട്ടിയിട്ട് നോക്കൂ, ധ്രുവൻ വലിയ ലാഭം കിട്ടിയിട്ട് പറയുകയാണ്, ഭവച്ഛിതമയാചേഹം ഭവം ഭാഗ്യവിവർജിത. ഭഗവാനെ തന്നെ മുമ്പിൽ കണ്ടിട്ട് ഞാൻ വീണ്ടും ഈ ഒരു രാജാവായിട്ടാണല്ലോ ഇരിക്കാൻ പോണത് ഭഗവാനെ. ഭഗവാൻ പറഞ്ഞു, പരീക്ഷിത്ത് പറഞ്ഞു, ഭഗവാന്റെ അനുഗ്രഹം എന്താണെന്ന് വെച്ചാൽ ദാ ഈ രാജ്യമൊക്കെ എനിക്ക് ഈ ശാപം കാരണം പോയല്ലോ, ഇത് ഭഗവാന്റെ അനുഗ്രഹം. ആറ്റിറ്റ്യൂഡാണേ, എങ്ങനെ എടുക്കണമെന്നുള്ളതാണ്. രാജ്യമൊക്കെ പോയി എന്നുള്ളതിനെ അനുഗ്രഹമായിട്ടെടുത്തു. ആ രാജാവ് നല്ല സമൃദ്ധമായിട്ട് ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം വേട്ടയ്ക്ക് പോയതാണ്. കാട്ടിൽ മൃഗങ്ങളെ ഇടയ്ക്കിടയ്ക്ക് ചെന്ന് വേട്ടയാടണം രാജാക്കന്മാർ. ഇന്നത്തെ പോലെയൊന്നുമല്ല. ഇന്നിപ്പോൾ വേട്ടയാടാൻ മൃഗങ്ങളില്ല. ഇഷ്ടംപോലെ മൃഗങ്ങളാവുമ്പോൾ കാടും ധാരാളം ഉള്ളപ്പോൾ അവർ നാട്ടിലേക്കൊക്കെ ഒരുപാട് ഇറങ്ങി വരും. അതുകൊണ്ടാണ് ഈ മൃഗവിനോദം എന്നൊക്കെ പറഞ്ഞ് രാജാക്കന്മാർക്ക് വെച്ചിരുന്നിരിക്കുന്നത്. ഇന്നിപ്പോൾ വേട്ടയാടാൻ, കാരണം അവിടെ മൃഗങ്ങളും ഇല്ല. വളരെ കഷ്ടമാണ് അവരുടെ കാര്യം. പക്ഷെ അങ്ങനെ കാട്ടിലേക്ക് പോയപ്പോൾ കുറേ ക്ഷീണിച്ചു. ചിലപ്പോൾ വഴി തെറ്റിപ്പോയി രാജാവിന്. വിശപ്പും ദാഹമൊക്കെ വരുമ്പോഴാണ് ദേഷ്യം വരിക. എന്തു ഭാഗവത സപ്താഹം, ശാപ്പാടും ഇല്ല, ഒന്നുമില്ല, സമയത്തിനൊന്നും കിട്ടണില്ല എന്നൊക്കെ തോന്നും. കുറച്ച് നേരം മുമ്പാണ് ദേഷ്യപ്പെടരുത് അതൊക്കെ കേൾക്കുകയും പറയുകയൊക്കെ ചെയ്ത്. അത് കഴിഞ്ഞ് സമയത്തിനൊക്കെ കിട്ടണ്ടേ, വയറ് നിറഞ്ഞാൽ നല്ല മനുഷ്യനായി ഇല്ലേ. അപ്പോൾ ഈ ആഹാരം കിട്ടിയിട്ടില്ലെങ്കിൽ തന്നെ സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദേഷ്യം വരും. അലബ്ധ തൃണഭൂമ്യാതി. ഇപ്പോൾ രാജാവിന് ഇവിടെ അന്നം കിട്ടിയില്ല. ഒരു ആശ്രമത്തിൽ കയറി അവിടെ ആ മഹർഷി ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജാവിന് ദേഷ്യം വന്നു. നോക്കൂ, പരീക്ഷത്തിനെ പോലൊരു നല്ല രാജാവിന് പോലും വിശപ്പ് വന്നിട്ട് സമാധിസ്ഥിതനായിട്ടിരിക്കുന്ന ആ യോഗിയെ കണ്ട് ദേഷ്യം വന്നു. വെറുതെ കള്ളമാണെന്നാണ് പറഞ്ഞത്. സമാധിയോ, എന്ത് സമാധി? മൃഷാസമാധി. ഇങ്ങനെയൊന്നും ആർക്കും ധ്യാനിക്കാൻ പറ്റില്ല. നല്ല ലക്ഷണ. ഒരു ധ്യാനിക്കുന്ന ആളുകളെയൊക്കെ കണ്ടിട്ട് ഒരാൾക്ക് ദേഷ്യമോ അസൂയോ ഒക്കെ വരുന്നുണ്ടെങ്കിൽ അയാളുടെ ഉള്ളിൽ അതുണ്ട്. അപ്പോഴാണ് അവരെ കാണുമ്പോഴൊക്കെ പറയണത്. ഈ അധ്യാത്മത്തിലുള്ളവരെയൊക്കെ കണ്ട് ജനങ്ങളെ വിമർശിക്കണത് എന്താ അറിയോ? അവരുടെ ഉള്ളിലുണ്ട്. നമുക്ക് ഒരു കണക്ഷനും ഇല്ലാത്ത ആളുകളെ കുറിച്ച് നമ്മളൊന്നും പറയില്ല. വിമർശിക്കുന്നവർക്കും സാങ്കേത്യം പാരിഹാസ്യം വാ അല്ലേ, പാരിഹാസ്യമായിട്ടാണെങ്കിലും ഭഗവാനെ പരിഹസിച്ചാലും ശരി, കളിയാക്കിയാലും ശരി, എന്തൊക്കെ ആയാലും അത് ഫലം ഉണ്ടാവുന്നതാണ്. സംരംഭയോഗമാണ്. അപ്പോൾ പരീക്ഷിത്ത് ഒരു ചത്ത പാമ്പെടുത്തിട്ട് ടെസ്റ്റ് ചെയ്തതാണ്. ഈ മുനിക്ക് എത്ര സമാധി ഉണ്ടെന്ന് നോക്കാമെന്ന് പറഞ്ഞ് കഴുത്തിലിട്ടു. ആ കഴുത്തിലിട്ട് കഴിഞ്ഞതും പിന്നെ അതങ്ങോട്ട് വിട്ടിട്ട് പോയി, മറന്നുപോയി, എടുത്തില്ല. പക്ഷേ ഈ മുനികുമാരൻ ശൃംഗി അത് കണ്ടപ്പോൾ കോപിച്ച് ശപിച്ചു. 7ാമത്തെ ദിവസം ചത്ത പാമ്പല്ല, ജീവനുള്ള പാമ്പ്, അത് വല്ല ചേരയോ മറ്റോ ആയിരിക്കും എടുത്തിട്ടത്. കടിക്കാൻ പോണത് തക്ഷകനാണ്. തക്ഷകൻ കടിച്ചാൽ ഇലക്ട്രിക്യൂഷനാണ്. ശ്മശാനത്തിലേക്കൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, അപ്പം തന്നെ ഭസ്മമായി കളയും. തക്ഷകൻ കടിച്ച് മരിക്കുന്നു.
എണീക്കണത്. പരമഭാഗവതനായ രാജാവിനെയാണോ ശപിച്ചത്? ഈ ശരീരം ഒരു ജഡം, അതിലൊരു ജഡത്തിന് എടുത്തിട്ടു, അത്രയല്ലേ ഉള്ളൂ. എന്തിനാ ഇപ്പം ഇതിന് ഈ രാജാവിനോട് കോപിക്കണത്? ചെന്ന് രാജാവിനോട് അറിയിക്കുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും രാജാവിന് അവിടെ ചെന്നതും വിവേകം ഉദിച്ചു. കുറച്ച് നേരത്തേക്ക് ബുദ്ധി അങ്ങോട്ട് പറഞ്ഞതാണ്. താൻ അറിയാതെ ഒരു അബദ്ധം ചെയ്തതാണ് അനുഗ്രഹത്തിന് വേണ്ടി. ഇപ്പോൾ ബുദ്ധി വെച്ചപ്പോൾ രാജാവ് പറഞ്ഞു, എൻ്റെ എല്ലാം നശിച്ചു പോയാലും വേണ്ടില്ല, എൻ്റെ രാജ്യം നഷ്ടപ്പെട്ടു പോവട്ടെ, എന്തു വേണമെങ്കിൽ സംഭവിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ന്യൂസ് വരുന്നത്, ഇങ്ങനെ ശാപം വീണു എന്നുള്ളത്. ദുഃഖിക്കണതിന് പകരം സന്തോഷിച്ചു. സാധുമേനെ, നല്ലത്. കാരണം നമ്മളായിട്ട് ഉപേക്ഷിക്കാനൊന്നും പറ്റില്ല, ഈശ്വരനായിട്ട് അങ്ങോട്ട് ഉപേക്ഷിപ്പിക്കുകയാണ്. നന്നായി. തക്ഷകാനലം, ഈ തക്ഷകൻ്റെ രൂപത്തിലുള്ള ഒരു ഫയർ, ഒരു അഗ്നി, അത് വിരക്തി കാരണം, എനിക്ക് വൈരാഗ്യത്തിന് കാരണമായിട്ട് തീർന്നു. ഞാനായിട്ടൊന്നും ഉപേക്ഷിക്കൊന്നുമില്ല. ഇപ്പം വേറെ നിവൃത്തിയില്ലാതെ ഭഗവാൻ അറ്റ് ദ ബയോനെറ്റ്സ് എൻഡ് എന്ന് സ്വാമി രാമതീർത്ഥൻ പറയും. നിങ്ങൾ സത്യത്തിനെ ചിലപ്പോൾ സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ തോക്കു ചൂണ്ടിയിട്ട് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അതാണിപ്പോൾ രാജാവിനെ ചെയ്തത്. തക്ഷകൻ്റെ രൂപത്തിൽ, ഈ ശാപത്തിൻ്റെ രൂപത്തിൽ ഒരു ശക്തി വന്ന് വിരക്തിക്ക് കാരണമായിട്ട് തീർന്നു എന്നാണ്. വൈരാഗ്യത്തിന് ഒരു രാജാവ് ഉപേക്ഷിച്ചു, ഗംഗാതീരത്തിൽ വന്നു എന്നൊക്കെ പറയണു. അതൊന്നും അത്ര എളുപ്പത്തിൽ നടക്കില്ല. ഇപ്പോൾ ബുദ്ധൻ രാത്രിയിൽ ഉപേക്ഷിച്ചു പോയി, അതൊക്കെ വളരെ നല്ല കഥകളാണ്. പക്ഷെ അത്ര എളുപ്പത്തിലൊന്നും അത് നടക്കില്ല. എന്തൊക്കെ ശക്തി വിശേഷങ്ങൾ, ഭഗവാന്റെ ആ മഹാശക്തി അതിന് പുറകിൽ നിൽക്കാതെ തുര്യാശ്രമം ഉണ്ടാവില്ല, ത്യാഗം ഉണ്ടാവില്ല. ഭഗവാൻ ഭാഗവതത്തിൽ പറയണത് ആശ്രമാണാം അഹം തുര്യഃ എന്ന്. ആശ്രമങ്ങളിൽ ഞാൻ തുര്യനാണ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അത് മനുഷ്യകൃതമല്ല എന്നർത്ഥം. മനുഷ്യൻ ചെയ്തിട്ട് പറ്റില്ല, അങ്ങനെ ചെയ്താൽ ശരിയാവില്ല. ഭഗവാൻ എന്തെങ്കിലും കാരണം ഉണ്ടാക്കി ചെയ്യാണ്. ഇതാണ് പരീക്ഷത്തിന് സംഭവിച്ചത്. ഈ തക്ഷകൻ്റെ ദംശം, സർപ്പദംശം, അതൊരു കാരണം ഉണ്ടാക്കി തീർത്തു. പക്ഷേ അതിൻ്റെ മറ്റൊരു വശം എന്താണെന്ന് വെച്ചാൽ പരീക്ഷിത്ത് സന്തോഷിക്കുകയാണ്. ആഹാ, വിരക്തി കാരണം. എത്രയോ ചിന്തിച്ചിട്ടുണ്ട് മുമ്പ്, എത്രയോ സത്സംഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോഴൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് ഇതൊക്കെ അശാശ്വതമാണ്, അനിത്യമാണെന്നൊക്കെ അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്ത് ചെയ്യാം, പ്രാരബ്ധം, അതിനൊന്നും രക്ഷപ്പെടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് വിമർശിതവും ഹേയതയാ പുരസ്താത്, പണ്ട് തന്നെ വിമർശനം ചെയ്ത് വെച്ച കാര്യങ്ങളാണ്. ഇപ്പം ഇതാ മുമ്പിൽ സന്ദർഭം വന്ന് ഒരു ക്ഷണം പോലും ചിന്തിക്കാതെ എല്ലാം ഇട്ടിട്ട് ഗംഗാതീരത്തിൽ ചെന്നിരുന്നു. അമർത്യ എന്നാണ്, അമർത്യന്മാരുടെ ദേവന്മാരുടെ നദി, അഥവാ അമരണധർമാവായ അമരണ രൂപമായ ജ്ഞാനത്തിനെ പ്രകാശിപ്പിക്കുന്ന സ്ഥലമാണല്ലോ അത്. അവിടെ ചെന്നിരുന്നു. കസ്താം ന സേവേത് മരിഷ്യമാണ്. അവിടെ ചെന്നിരുന്നു. സർവ ഋഷികളും അവിടെ എത്തി. അത്രി, വസിഷ്ഠൻ, ചവനൻ, ശരദ്വാൻ, അരിഷ്ടനേമി, ഭൃഗു, അങ്കിരസ്, ഇങ്ങനെ ഋഷികളുടെ ഒരു വലിയ കുലം തന്നെ അവിടെ അവതരിച്ചു. കാരണം എന്തോ ഒരു മഹത് സഭ. ആ സഭ നമ്മൾ ഉണ്ടാക്കാൻ പറ്റില്ല, ഭഗവാനാണ് സഭ ഉണ്ടാക്കുന്നത്. സഭ ഭഗവാന്റെ ഒരു പേരാണ്. നമസ്സഭാഭ്യ സഭാപതിഭ്യോ നമഃ. വേദം പറയുന്നു സഭയ്ക്കൊരു നമസ്കാരം, സഭാധ്യക്ഷനൊരു നമസ്കാരം. അത്തരത്തിലുള്ള ദിവ്യമായ സഭയുടെ രൂപത്തിലും സഭാധ്യക്ഷൻ്റെ രൂപത്തിലും പരമേശ്വരൻ പ്രകാശിക്കുന്നു. അത്തരത്തിലുള്ള ഒരു ദിവ്യ സഭ അവിടെ ഉണ്ടാവാൻ പോകുന്നു എന്നറിഞ്ഞ് ഋഷികളൊക്കെ അവിടെ ആവിർഭവിച്ചു. ദേവർഷികൾ, രാജഋഷികൾ, ദേവതകൾ എല്ലാവരെയും രാജാവ് അർച്ചിച്ചു, വീണ് നമസ്കരിച്ചു.
എല്ലാവരും വന്നിരുന്നു. അവർക്ക് തന്നെ അറിയില്ല എന്തിനാ വന്നതെന്ന്. സുഖോപവിഷ്ടേഷു അഥതേഷു ഭൂയ കൃതപ്രണാമ സ്വചികീർഷിതം യത് വിജ്ഞാപയാമാസ വിവിക്തചേതാഹ അഭിഗൃഹീതപാണി. അവരൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് കൈകൂപ്പിക്കൊണ്ട് അവരോട് ഓരോരുത്തരോടായിട്ട് പറഞ്ഞു, എനിക്ക് വഴി കാണിച്ചു തരണം. ഞാനിതാ എല്ലാം ഇട്ടിട്ട് ഇവിടെ വന്നിരിക്കുന്നു. ഒരു തെറ്റ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷെ ഇത്ര വലിയ അനുഗ്രഹമോ? അഹോ വയം ധന്യതമാ നൃപാണാം മഹത്തമാനുഗ്രഹണീയശീലാഃ രാജ്ഞാം കുലം ബ്രാഹ്മണപാദശൗചാത് ദുരാദ്വിസൃഷ്ടം വദ ഗർഹ്യകർമ്മ തസ്യൈവ മേ അഘസ്യ പരാവരേഷോ വ്യാസക്തചിത്തസ്യ ഗൃഹേഷ്വഭിക്ഷ്ണം നിർവേദമൂലോ ദ്വിജശാപരൂപോ യത്ര പ്രസക്തോ ഭയമാശു ധത്തേ. ബ്രാഹ്മണപാദശൗചം, ബ്രാഹ്മണപാദം കഴുകി ആ തീർത്ഥം വീണ് പുല്ല് കിളിർത്ത സ്ഥലം എന്നാണ് പറയാം. അർഹവര്യാംബു തൃണഭൂമീശ്വരാഹ വരാഹ. അപ്പോ ഇങ്ങനെ അഹോ വയം ധന്യതമാഹ, ഞങ്ങൾ ധന്യരാണ്. മഹാത്മാക്കൾ സ്വയമേവ വന്ന് അനുഗ്രഹിക്കുന്ന ഭാഗ്യമുള്ളവരാണ്. ദൂരാത് എപ്പോഴോ ഈ ഗർഹ്യകർമ്മം നിന്ദ്യകർമ്മമൊന്നും ഞങ്ങൾ ചെയ്യാറില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഗൃഹേഷു വ്യാസക്ത ചിത്തസ്യ, അത്ര എളുപ്പത്തിലൊന്നും ഗൃഹസ്ഥാശ്രമത്തിൽ നിന്നും ഒരാൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അതിൽ ആസക്തി വിട്ട് ശാന്തമായിട്ട് ഇരിക്കുക എന്നുള്ളതൊന്നും പറ്റില്ല. പല സ്ഥലത്തും പെട്ടുപോകും. മനസ്സ് അതിൽ വ്യാകുല ചിത്തമായിട്ട് തീരും ഗൃഹസ്ഥന്. അത് ഗൃഹസ്ഥാശ്രമമല്ല, ഗൃഹസ്ഥാഹ ശ്രമം എന്നാണ് പറയുന്നത്. ബുദ്ധിമുട്ടുകൾ പലതും വരും. അപ്പോൾ അവിടെ ശാന്തമായിട്ട് ഇരിക്കാൻ, നിസ്സംഗമായിട്ടിരിക്കാൻ ഭഗവത് അനുഗ്രഹം വേണം. അതിന് നിരന്തര സത്സംഗം കൊണ്ട് ധൈര്യം സമ്പാദിച്ച് ഒരു കുലമാണ് ഞങ്ങളുടെ എന്നാണ്. തസ്യൈവമേ അഗസ്യ. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഈ ബ്രാഹ്മണ ശാപം എനിക്ക് വൈരാഗ്യത്തിന് കാരണമായിട്ട് തീർന്നു. പ്രസക്ത ഭയം. ഇവിടെ ആസക്തനായിട്ടിരുന്നാൽ പല വിധത്തിലുള്ള ഭയമാണ്. ആങ്സൈറ്റി, സൈക്കോളജിക്കൽ പ്രോബ്ലമാണ് ഇവിടെ പറയണത്. കുടുംബത്തിലെ ഭയം, ഇങ്ങനെ ആവൂ, അങ്ങനെ ആവൂ, ഇതാവോ അതാവോ, കുട്ടികൾക്ക് വല്ലതും ആവൂ. എത്ര പ്രസക്തോ ഭയമാശുദ്ധ. എനിക്ക് ദയവ് ചെയ്ത് പല്ലി ചലയ്ക്കാനായിട്ട് ആരും വരരുത് എന്നുവെച്ചാൽ മനസ്സിലായോ? നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചുവല്ലോ, ആ ചെക്കൻ ഇങ്ങനെയൊക്കെ ശപിക്കുക വേണം. അങ്ങനെ വിടാൻ പാടില്ല അവനെ. ഇങ്ങനെയൊക്കെ പറയാൻ ആളുകൾ വരുവേ ധൈര്യമായിട്ട്. അതുകൊണ്ട് അങ്ങനെയൊന്നും ആരും വരരുതെന്നാണ്. ദ്വിജോപസൃഷ്ട കുഹകസ്തക്ഷകോവാ ദശതു. ഇനി തക്ഷകനോ കുഹകനോ ഒരു പാമ്പോ മറ്റൊരു പാമ്പോ എന്ത് വേണമെങ്കിൽ കടിച്ചിട്ട് പോട്ടെ. പാമ്പ് അതായിട്ട് വന്ന് കടിക്കൊന്നുമില്ല അത്രേ. നമ്മളെ കടിക്കാൻ യോഗം ഉണ്ടെങ്കിലേ അത് കടിക്കും. ആളുകൾക്ക് ഈ പാമ്പ് എന്ന് പറഞ്ഞാൽ ഒരു പേടി. ദശത്വലം ഗായത വിഷ്ണുഗാഥാഹ. നമ്മൾ ഈ പാമ്പിനെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ട. ഗായത വിഷ്ണുഗാഥാഹ. ഭഗവാനെ കുറിച്ച് പാടുക, ഭഗവത് ധ്യാനം ചെയ്യുക, ഭഗവത് സ്മൃതിയിലൂടെ ഇരിക്കാം. പുനഃശഭൂയാത് ഭഗവത്യനന്തേ രതിഃ പ്രസംഗശതദാശ്രയേഷു മഹത്സു യാം യാം ഉപയാമി സൃഷ്ടിം
മൈത്രിയസ്തു സർവത്ര നമോ ദ്വിജേഭ്യഃ. സർവത്ര മൈത്രി അസ്തു നമോ ദ്വിജേഭ്യ. ആരോടും ദ്വേഷം വേണ്ട, മാത്സര്യഭാവം. നോക്കൂ, മനസ്സ് ഭഗവദ്ധ്യാനത്തിൽ നിൽക്കണമെങ്കിൽ ആദ്യം ഇത് ചെയ്യണം. നമ്മൾക്കൊക്കെ സന്ധ്യാവന്ദനം ചെയ്യുമ്പോൾ പ്രാച്യേ ദിശേ നമഃ, ദക്ഷിണായേ ദിശേ നമഃ, പ്രതീച്ഛേ ദിശേ നമഃ, ഉദീച്ഛേ ദിശേ നമഃ, ഊർധ്വായ നമഃ, അധരായ നമഃ ഒക്കെ പറയണം. സർവാ സുഖമയാ ദിശ. എല്ലാ ദിക്കുകളിലും ശാന്തി ഉണ്ടാവട്ടെ, ആരോടും വിരോധം വേണ്ട, എല്ലാവരും നാൽക്കാലികളും രണ്ട് കാലിൽ നടക്കുന്നവരും ഒക്കെ സുഖമായിട്ടിരിക്കട്ടെ. ഒക്കെ വേദം പ്രാർത്ഥിക്കുന്നു. ബുദ്ധൻ പറയുന്നു, ധ്യാനത്തിനിരിക്കുന്നതിന് മുമ്പ് ബുദ്ധമതത്തിലുണ്ട് ഈ പ്രാക്ടീസ്. നമ്മളുടെ സന്ധ്യാവന്ദനാദികളൊക്കെ അവർക്ക് വേറെ വിധത്തിലുണ്ട്. ഇപ്പോൾ ഇത് കഴിഞ്ഞ് തിരിച്ച് തിരുവണ്ണാമലയിൽ പോയാൽ ഒരു ബുദ്ധഭിക്ഷു, അദ്ദേഹം തമിഴാണ്, പക്ഷേ എങ്ങനെയോ ബുദ്ധമതത്തിൽ ചേർന്ന് നല്ല വളരെ റെസ്പെക്റ്റഡ് ട്രഡീഷനിൽ ഒരു ബുദ്ധഭിക്ഷുവാണ്. അദ്ദേഹം കഴിഞ്ഞ വർഷവും വന്നിരുന്നു, ഈ വർഷവും വന്നൊരു ആഴ്ച ഇരിക്കണം എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെ കൊണ്ട് ബുദ്ധൻ്റെ കഥയും ഒക്കെ പറയാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹവും വളരെ സന്തോഷമായിട്ട് സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഉള്ളിലുള്ള അഭ്യാസങ്ങൾ, സാധനങ്ങളൊക്കെ ഒരുപാടുണ്ട്. അദ്ദേഹം ഇപ്പോൾ ബുദ്ധഭിക്ഷു ആണെങ്കിലും ഉള്ളുകൊണ്ട് അദ്വൈതിയാണ് അദ്ദേഹം. നിരന്തരം സത്സംഗശ്രവണമൊക്കെ ഉള്ള ആളാണ്. പക്ഷേ ആ ബുദ്ധമതത്തിൽ ഒരുപാട് അനുഷ്ഠാന രീതികൾ, ശൈലികൾ വളരെ നന്നായിരിക്കും. സന്ധ്യാവന്ദനം പോലെ തന്നെ ഈ ധ്യാനിക്കുന്നതിന് മുമ്പ് കിഴക്കുള്ള ആരോടും എനിക്ക് വിരോധമില്ല, വടക്കുള്ള ആരോടും എനിക്ക് വിരോധമില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് എല്ലാ ദിക്കുകളിലും എല്ലാവരോടും ഞാനിതാ എൻ്റെ നന്മ പറഞ്ഞേക്കും. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ്. കാരണം മനസ്സ് വിക്ഷിപ്തമാവാതിരിക്കണമെങ്കിൽ നിസ്സംഗമാവണം. ആരെങ്കിലുമൊക്കെ മനസ്സിൽ വെറുപ്പുണ്ടെങ്കിൽ അവരിങ്ങനെ വന്ന് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. ഉള്ളിൽ ആരോടെങ്കിലും ആസക്തി ഉണ്ടെങ്കിൽ അവർ മനസ്സിൽ വന്ന് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം അതൊക്കെ തന്നെ അങ്ങനെ ഉള്ളുകൊണ്ട് ഓരോ പുഷ്പാർപ്പണം ചെയ്തിട്ടാണ് ധ്യാനിക്കാനൊക്കെ. അപ്പം ഇങ്ങനെ മൈത്രി അസ്തു സർവത്ര. ഇപ്പം മരിക്കാൻ പോകുമ്പോൾ എല്ലാവരോടും സ്വതന്ത്രമാക്കി തന്നു, എല്ലാവരോടും മൈത്രി ഭാവം. പിന്നെ ശത്രുക്കളോ വിരോധികളോ ഒന്നുമില്ല. ഭഗീരഥൻ ഗംഗാ അവതരണത്തിന് പോകുമ്പോൾ ആദ്യം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ശത്രു രാജാവിനെ വിളിച്ചിട്ട് രാജ്യം കൊണ്ട് കൊടുത്തു. യോഗവാസിഷ്ടത്തിൽ കഥയാണ്. ഒരു ശണ്ടയില്ല നമുക്കതാ അങ്ങ് ഭരിച്ചോളാം. എന്നിട്ടാണ് തപസ്സിന് പോണത്. തിരിച്ചു വരുമ്പോൾ അദ്ദേഹം പരമഭക്തിയോടുകൂടെ ഭഗീരഥനെ വിളിച്ചിട്ട് അവരുടെ പരമ്പര അങ്ങ് തന്നെ ഇരിക്കണമെന്ന് പറഞ്ഞു. പോയി, വിരോധമൊക്കെ പോയി. അപ്പോൾ മൈത്രിയസ്തു സർവത്ര നമോ ദ്വിജേഭ്യഃ. ഇങ്ങനെ അധ്യവസായയുക്ത രാജ ഇങ്ങനെ തീരുമാനമെടുത്തു രാജാവ്. എന്നിട്ട് ദർഭ വിരിച്ചിരുന്നു. ഗംഗ വടക്ക് നോക്കി തിരിയുന്ന സ്ഥലത്ത് ഇരുന്നു. മക്കളുടെ അടുത്ത് രാജ്യഭാരമൊക്കെ കൊടുത്തു. സ്വസുതൻ ന്യസ്തഭാര. മകൻ്റെ കയ്യിൽ രാജ്യമൊക്കെ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞ് കൊടുത്ത്. അങ്ങനെയാണ് ഈ ത്യാഗം. മക്കളൊക്കെ റെഡിയായി, അവർ നോക്കാൻ തയ്യാറാണെങ്കിൽ ഇനി ചിന്തിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ എല്ലാ മഹർഷികളും എല്ലാവരും അവിടെ വന്നിരിക്കുമ്പോൾ ഋഷികളെ നോക്കി പറയാണ്, ഞാൻ അങ്ങയോടൊക്കെ ഒരു പൃച്ഛ്യം ചോദിക്കാൻ പോവാണെന്നാണ്. ചോദിക്കാനുള്ളത് ചോദിക്കുകയാണ്. പൃച്ഛ്യമിമം വിപൃച്ഛേ. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറയൂ. കാരണം എന്താ? ഞാൻ മരിക്കാൻ പോവാം 7ാമത്തെ ദിവസം. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഇല്ലേ, നിങ്ങൾ ഒരു 11 ദിവസത്തെ കോഴ്സിന് വരൂ ഞങ്ങളുടെ അവിടെ, പ്രാണായാമം ഇതൊക്കെ ആയിട്ട് കുറച്ച് ദിവസം സർവീസ് ചെയ്യും. എന്തെങ്കിലും പറയാൻ പറ്റും. ഒരു പുരസ്ചരണം ജപം ഞാൻ ഉപദേശിക്കാം, കുറച്ച് കാലത്തേക്ക് ജപിക്കൂ. എവിടെ സമയം? അല്ല, ഞാൻ നിങ്ങൾക്ക് ഭഗവത്ഗീത മുഴുവൻ പഠിപ്പിക്കാൻ സമയമുണ്ടോ? തതഹാം വഹ പൃച്ഛ്യമിമം വിപൃച്ഛേ. അതുകൊണ്ട് ഞാൻ 7ാമത്തെ ദിവസം മൃത്യുവാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്.
എനിക്ക് പറഞ്ഞു തരൂ എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഈ ഋഷികൾക്കൊന്നും ഉത്തരമില്ല. കാരണം അവരുടെയൊക്കെ മനസ്സില്ല അവർക്ക്. അവരുടെ ഉള്ളിലുള്ള ഒരു പ്രത്യേക അന്ധഃകരണമാണ്. ചോദിക്കുമ്പോൾ ചോദ്യത്തിന് ഉത്തരമുണ്ടെങ്കിലേ വായി തുറക്കുള്ളൂ. നമ്മളൊക്കെ ഉണ്ടല്ലോ, ഉത്തരം ഉണ്ടോ ഇല്ലയോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ചോദിച്ച ആളെ ഇനി ചോദിക്കാത്ത വിധത്തിൽ കൺഫ്യൂസ് ആക്കി കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഇല്ലേ? അപ്പോൾ ഇവിടെ അവർക്ക് ഉത്തരമില്ല, അതുകൊണ്ട് മിണ്ടാതെ ഇരുന്നു. തത്രാഭവത്, അവിടെ ഒന്ന് വന്നു, ഒന്ന് സംഭവിച്ചു എന്നാണ്. വരവും പോക്കും ഒന്നുമില്ലാത്ത ആ പൂർണ്ണ പുരുഷൻ തത്ര അഭവത് ഭഗവാൻ വ്യാസപുത്ര. എതിർച്ചയ, യോഗികളുടെ യാത്രയൊക്കെ എതിർച്ചയാണ്, തീരുമാനിച്ചിട്ടുള്ള യാത്രയല്ല. വിളിക്കാതെ എതിർച്ചാ നിയമത്തോടുകൂടെ എതിർച്ചയേഹോപസൃതായ മാപ്നുയുഹു വിമുക്തിദോനഃ പരമോ ഗുരുർഭവാൻ എന്ന് ഭാഗവതം തന്നെ പറയുന്നുണ്ട്. എതിർച്ച എവിടെയോ കണ്ടു, ഉപദേശിച്ചു, ജ്ഞാനമുണ്ടായിരുന്നു. തത്രാഭവത് ഭഗവാൻ വ്യാസപുത്ര യദൃച്ഛയാ ഗാമഠമാനോനപേക്ഷ. ഒന്നും ആഗ്രഹിച്ചിട്ടല്ല, എതിർച്ചാ നിയമത്തോടു കൂടെ സഞ്ചരിക്കുകയാണ്. അലക്ഷ്യലിംഗ, കണ്ടാൽ ബ്രാഹ്മണനാണോ ക്ഷത്രിയനാണോ വൈശ്യനാണോ ശൂദ്രനാണോ ബ്രഹ്മചാരിയാണോ ഗൃഹസ്ഥനാണോ വാനപ്രസ്ഥനാണോ സന്യാസിയാണോ ഒന്നും തീരുമാനിക്കാൻ പറ്റില്ല. എല്ലാം അത്യാശ്രമി, സർവാശ്രമാതീതനായിട്ട്. പക്ഷേ ഒന്ന് മനസ്സിലായി, നിജലാഭതുഷ്ട. സാധാരണ മനുഷ്യരിൽ കാണാത്തതായ ഒരു ഗംഭീരമായ ഒരു സന്തോഷം, ഒരു ശാന്തി ആ മുഖത്തുണ്ട്. നിജലാഭതുഷ്ട. നിജലാഭം, ഏറ്റവും വലിയ ലാഭം എന്താ? അവനവനെ തിരിച്ചു കിട്ടിയിരിക്കണമെന്നാണ്. അവനവനെ തിരിച്ചു കിട്ടിയിരിക്കുന്നു. നിജലാഭതുഷ്ട വൃതശ്ശ ബാലൈഹി അവധൂതവേഷ. കുറേ കൊച്ചു കുട്ടികൾ കൂടെ ഉണ്ട്. ആ കുട്ടികളൊക്കെ തന്നെ, ദേഹം ഒരു കുട്ടിയാണ്, 16 വയസ്സ് ആയിട്ടുണ്ട്, എങ്കിലും കൊച്ചു കുട്ടിയെ പോലെയാണ്. കുറേ ബാലന്മാർ കൂടെ ഉണ്ട്, അവരൊക്കെ ഉണ്ട്. ഈ യോഗികളുടെ കൂടെയൊക്കെ പലപ്പോഴും അങ്ങനെ ഉണ്ടാവും. വൃതശബാലൈഹി അവധൂതവേഷ. അവധൂതൻ്റെ വേഷമല്ല, അവധൂത വേഷ ഏത്. എല്ലാ വേഷങ്ങളും കളഞ്ഞു എന്നർത്ഥം. ഒരു വേഷവുമില്ല, അങ്ങനെ സ്വതന്ത്രമായി സഞ്ചരിക്കുകയാണ്, വിമുക്തനായിട്ട് സഞ്ചരിക്കുകയാണ്. അവിടെ വന്ന് എല്ലാ മഹർഷികളും എഴുന്നേറ്റ് നിന്നു. പലരും മനസ്സിലാക്കി, ശുഗൻ വന്നിരിക്കുന്നു, മനസ്സിലാക്കി. ഒരു ആസനത്തിൽ രാജാവ് ശുകാചാര്യരെ ഇരുന്നു. സസംവൃത തത്ര മഹാനുമഹീയസാം ദേവർഷി ബ്രഹ്മർഷി രാജർഷി ദേവർഷി സംഘൈ വ്യരോചതാലം ഭഗവാൻ യതേന്ദു ഗ്രഹർക്ഷതാരാനികരൈഃ പരീതഃ. ഭഗവാൻ ഇന്ദു ഇവ, ഭഗവാൻ ചന്ദ്രനെ പോലെ, പൂർണ്ണചന്ദ്രന് ചുറ്റും നക്ഷത്രങ്ങളൊക്കെ കാണപ്പെടുന്ന പോലെ ആ ശുഗബ്രഹ്മ മഹർഷി അവിടെ വന്നിരുന്നപ്പോൾ ബാക്കിയുള്ളവർ മഹർഷികളൊക്കെ ചുറ്റുമുണ്ട്, നക്ഷത്രങ്ങൾ പോലെ നിൽക്കുന്നു. ഗ്രഹങ്ങൾ നക്ഷത്രങ്ങളും പോലെ നിൽക്കുന്നു. പ്രശാന്തമാസീനമകുണ്ഠമേധസം മുനിം നൃപോ ഭാഗവതോ അഭ്യുപേത്യ പ്രണമ്യ മൂർധ്നാവഹിതഃ കൃതാഞ്ജലിഃ നത്വാ ഗിരാ സൂനൃതയാ അന്വപൃച്ഛത്. പ്രശാന്തമാസീനം, നല്ല പ്രശാന്തമായ ഗംഭീരമായ ശാന്തിയിൽ നിർവികൽപ്പനിഷ്ഠയിലിരിക്കുകയാണ്. അകുണ്ഠമേധസം, കുണ്ഠം എന്ന് വെച്ചാൽ വികൽപ്പം, തടസ്സം, പ്രതിബന്ധം ഒന്നുമില്ലാത്തതായ മേധ, ബുദ്ധി, അതാണ് വൈകുണ്ഠം എന്ന് പറയുന്നത്. അകുണ്ഠമേധസം, അഖണ്ഡമായ ഭൂമ, അദഭ്രബുദ്ധി എന്നൊക്കെ പറഞ്ഞു. മുനിം, അങ്ങനെയുള്ള ആ മുനിയെ ഭാഗവതനായ രാജാവ് ഇത്രയും നേരം രാജാവായിരുന്നു, ഇപ്പോൾ ആ ഗുരുലാഭം ഉണ്ടായപ്പോൾ ഭാഗവതനായി.
ഇത്രയും നേരം രാജാവെന്ന് വിളിച്ചിരുന്നു ശുഖബ്രഹ്മ മഹർഷി. ഇപ്പോൾ വീണ് നമസ്കരിച്ച് ആ പാദത്തിൽ ശിരസ് വെച്ചപ്പോൾ ഭാഗവതഃ, പരമഭാഗവതനായിട്ട് തീർന്നു എന്നാണ്. മുനിം നൃപോ ഭാഗവതോഭ്യുപേത്യ പ്രണമ്യ മൂർധ്ന അവഹിതകൃതാഞ്ജലി. കൈകൂപ്പി വീണ് നമസ്കരിച്ച് നത്വാഗിരാ സൂനൃതയാന്വപൃച്ഛത്, മധുരമായ വാക്കോടുകൂടെ ചോദിച്ചു. എന്തൊരു ഭാഗ്യമാണ് ഭഗവാന്. അഹോ അദ്യ വയം ബ്രഹ്മൻ സത്സേവ്യാഃ ക്ഷത്രബന്ധവഃ. ഞാൻ ക്ഷത്രിയനാണെന്ന് പറയാൻ പോലും യോഗ്യതയില്ല. ക്ഷത്രബന്ധു, ക്ഷത്രിയന് വംശത്തിന് പേര് ദോഷം ഉണ്ടാക്കി ഞാനിപ്പോൾ. അങ്ങനെ ഇരിക്കുന്ന എൻ്റെ മുമ്പിൽ അവിടുന്ന് വന്നിരിക്കുന്നു എന്ന് വെച്ചാൽ കൃപയാ, കേവലം കൃപ മാത്രമാണ് കാരണം. പക്ഷെ ഞാനിപ്പോൾ എനിക്ക് പാപമുണ്ടെന്ന് പറയാൻ പറ്റില്ല. തീർത്ഥകാഹ കൃതാഹ, അവിടുത്തെ സാന്നിധ്യം കൊണ്ട് ഞാനിതപ്പോൾ പവിത്രമായിരിക്കുന്നു. ഇനിയൊന്നും ഒരു പാപമോ ദോഷമൊന്നുമില്ല. യേശാം സംസ്മരണാത്, ഇത്തിരി സ്മരണം ചെയ്താൽ തന്നെ ശുദ്ധമാവും. വീടും അവർ താമസിക്കുന്ന സ്ഥലമൊക്കെ ശുദ്ധമാവും. അങ്ങനെ ഇരിക്കുന്ന ആള് കൂടെ വന്ന് കുറച്ച് ദിവസം താമസിക്കുകയും നമുക്ക് വഴി കാണിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇനി എന്ത് ഭയം. അഭിമേ ഭഗവാൻ പ്രീത. ഗർഭത്തിലിരിക്കുമ്പോൾ തന്നെ കൃഷ്ണദർശനം കിട്ടിയതാണ് പരീക്ഷത്തിന്. പരീക്ഷത്ത് പറഞ്ഞു എനിക്കിപ്പോൾ സമാധാനമായി. കാരണം ഇത്രയും കാലം ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഗർഭത്തിൽ വെച്ച് കൃഷ്ണനെ കണ്ടിട്ട് ഞാനും എല്ലാവരെ പോലെയും കുടുംബിയായി, സംസാരിയായി, സുഖദുഃഖങ്ങൾ എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ അനുഭവിച്ച് ഇങ്ങനെ രാജാവായി കുറച്ച് വലിയൊരു സ്ഥാനം കിട്ടി. അതുമൊക്കെ തന്നെ സംസാരം തന്നെയല്ലേ, വലിയ ലാഭമൊന്നും ഉണ്ടായില്ലല്ലോ. ഇപ്പം എനിക്ക് മനസ്സിലായി, ആ ഭഗവാനെ ഗർഭത്തിൽ വെച്ച് കണ്ടതിൻ്റെ ഫലമാണ് എനിക്കിതാ അവിടുത്തെ ദർശനം. അന്യതാതെ അവ്യക്തഗതേ ദർശനം നഹ കഥം നൃണാം. ജ്ഞാനികൾ അവ്യക്തഗതികളാണ്. പുറമേക്ക് അവരെല്ലാവരെയും പോലെയാണ്, പക്ഷെ അവർ അകമേക്ക് അവ്യക്തഗതികളാണ്. തസ്യ സ്ഥിതിം ഭാവയിതും ക്ഷമക്കഃ. രമണ മഹർഷി ചോദിച്ചു, ജീവൻ മുക്തൻ്റെ ആന്തരിക സ്ഥിതി എങ്ങനെ ഊഹിക്കാനൊക്കും? ഈശ്വര കൃപ കൊണ്ട്, ഗുരുകൃപ കൊണ്ട് ശ്രദ്ധാവിശ്വാസം ജനിച്ച് മനസ്സിലായാലേ ഉള്ളൂ. ഇല്ലെങ്കിൽ അവരും നമ്മളെ പോലെ തന്നെയല്ല. ചിലപ്പോൾ മഹാപുരുഷന്മാർ വളരെ വളരെ സാധാരണമായിട്ട് ഇരിക്കും, മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഭഗവാന്റെ കൃപ എന്ത് ചെയ്തു? ഒരു ജീവൻ മുക്തൻ്റെ സാന്നിധ്യം ഉണ്ടാക്കി തീർത്തു, മനസ്സിലാക്കുകയും ചെയ്തു. അന്യഥാതെ അവ്യക്തഗതേ ദർശനം നഹ കഥം നൃണാം സാന്നിധ്യാത്തെ മഹായോഗിൻ പാതകാനി മഹാന്ത്യപി സദ്യോ നശ്യന്തി വൈ പുംസാം വിഷ്ണോരിവ സുരേതരാഹ എന്ന് പറഞ്ഞ് ഞാൻ അധഃപൃച്ഛാമി സംസിദ്ധിം യോഗിനാം പരമം ഗുരു. യോഗികൾക്കൊക്കെ അവിടുന്ന് ഗുരുവാണ്. അധ്യാത്മജീവിത ആരംഭത്തിൽ ചില ഗുരുക്കന്മാർ വേണം. കാമ്യഭക്തിക്ക് നിങ്ങളിതൊക്കെ നാരായണീയം വായിക്കൂ, നാമം ജപിക്കൂ, നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് പറഞ്ഞാൽ അതിൽ കുറച്ച് പേര് വരും. പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഭക്തി വേണം, ചിലർക്ക് ഭഗവത് ധ്യാനം വേണം, യോഗം വേണം. അതിനൊക്കെ ഓരോരോ ഗുരുക്കന്മാർ വരും, മന്ത്രോപദേശം. ഞാൻ പിന്നെ എല്ലാം കഴിഞ്ഞ് അവസാനം ആത്മവിദ്യ എന്നൊന്നുണ്ട്, ആ ജ്ഞാനം സമ്പാദിക്കണം. അതിനുവേണ്ടി ശ്രോതവ്യ, മന്തവ്യ, നിധിധ്യാസിതവ്യ. അശ്രവണമനന നിധിധ്യാസനത്തിനായി ഒരു ജ്ഞാനിയുടെ സന്ദർഭം. ഇങ്ങനെയൊക്കെ ആയി വളരെ ഉയർന്ന യോഗതലത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അവരെ ആര് വഴി കാണിക്കും? യോഗിനാം പരമം ഗുരു, യോഗികൾക്ക് ഗുരു. അപ്പം അത്തരത്തിലുള്ള ഒരു ജീവൻ മുക്തൻ ബ്രഹ്മനിഷ്ഠൻ. അങ്ങേ ഞാൻ ചോദിക്കുകയാണ്, ഞാൻ എന്ത് ചെയ്യണം? യത് ശ്രോതവ്യം അഥോ ജപ്യം. എന്ത് ജപിക്കും? എന്താണ് ഞാൻ ശ്രവണം ചെയ്യേണ്ടത്? എന്താണ് ചെയ്യേണ്ടത്? എന്താണ് സ്മരിക്കേണ്ടത്? എനിക്കറിയാം അവിടുന്ന് അധികം നേരം നിൽക്കില്ല, പോയി കളയും. അപ്പം ഗോദോഹനം, ഒരു പശു വന്നാൽ നിൽക്കും, ഒത്തിരി പാല് കറന്നുകൊണ്ട് വരാം എന്ന് പറഞ്ഞ് പാല് കറക്കാൻ പോയ ആളെ കാണാനില്ല. അങ്ങനെയാണ് ചിലപ്പോൾ. അപ്പം ഗോദോഹനം ക്വച്ചിത്. പണ്ടൊക്കെ അങ്ങനെയാണല്ലോ, പാല് കറന്നു കൊണ്ടുവന്ന് പാല് കൊടുക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ
അവിടുന്ന് ഇവിടെ വന്ന് എന്നെ അനുഗ്രഹിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്ന് രാജാവ് പറഞ്ഞപ്പോൾ പ്രത്യഭാഷത ധർമ്മജ്ഞോ ഭഗവാൻ ബാദരായണി. ഭഗവാൻ ബാദരായണി, ബാദരായണൻ്റെ പുത്രനായ ബാദരായണി പ്രത്യഭാഷത, ഉത്തരം പറഞ്ഞു. ആ ഉത്തരമാണ് ഭാഗവതം. അതാണ് നമ്മൾ ദ്വിതീയ സ്കന്ധം മുതൽ കാണാൻ പോകുന്നത്. രണ്ടാമത്തെ സ്കന്ധത്തിൽ ശുകബ്രഹ്മ മഹർഷി പറയുകയാണ്. ഗീതയിൽ രണ്ടാമത്തെ അധ്യായത്തിലാണല്ലോ ഭഗവാൻ പറയണത്. അതുപോലെ ഒന്നാമത്തെ സ്കന്ധത്തിൽ സൂതനാണ് പറയണത്. രണ്ടാമത്തെ സ്കന്ധത്തിൽ ബാദരായണി ശുകബ്രഹ്മ മഹർഷി ഭാഗവത കഥ ആരംഭിക്കുകയാണ്. അത് നമ്മൾ നാളത്തെ ദിവസം ഉള്ള പ്രഭാഷണത്തിൽ കാണാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ജാനകീകാന്തസ്മരണം ഹര നമഃ പാർവതീപതയേ. ഇനിയിപ്പോൾ എന്താ ആരത്തിയാണോ? ആരത്തിയാണ്. പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം ഗോപാലം ഭുവി ലീലാ വിഗ്രഹ ഗോപാലം കുലഗോപാലം ഗോപീഖേലന ഗോവർദ്ധന ധൃതലീലാലാളിത ഗോപാലം ഗോഭിർനിഗദിത ഗോവിന്ദസ്ഫുടനാമാനം ബഹുനാമാനം ഗോപീഗോചരദൂരം പ്രണമത ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം ഗോപീമണ്ഡലഗോഷ്ഠീ